യോഹന്നാൻ 15 കർത്താവിന്റെ വചനമാകുന്ന കണ്ണടിയിലേക്ക് നോക്കുന്നതിന് മുമ്പ് കർത്താവിനെ തന്നെ നമുക്ക് നോക്കിക്കൊണ്ട് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, നന്ദി കർത്താവെ. ഞങ്ങളിൽ എന്തുള്ളൂ കർത്താവെ, അവിടുത്തെ ആ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ വീണ് വണങ്ങുന്നു കർത്താവെ. ഞങ്ങളുടെ കൂടെ ഒന്നുമില്ല, ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം കർത്താവെ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അതെ കർത്താവെ, ഞങ്ങളൊരു സീറോ ആയിട്ട് മുമ്പാകെ ഒരു പട്ടപ്പൂച്ചുവായിട്ട് കർത്താവെ ഞങ്ങൾ താഴ്ത്തുന്നു. അവിടുത്തെ ആത്മാവിനാൽ അളവില്ലാതെ ഞങ്ങളെ നിറച്ചാട്ടെ. അവിടുത്തെ ശബ്ദം തന്നെ ഞങ്ങൾ കേൾക്കണം കർത്താവെ. പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയുള്ള അവിടുത്തെ ആ ശബ്ദത്തെ കുറിച്ച് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ നദികള് പകരുന്ന ആ ശബ്ദം കർത്താവെ, ആ വലിയ ഗംഭീര ശബ്ദത്തെ, ആ കാഹളധ്വനിയെ ഞങ്ങളുടെ ആത്മാവിന്റെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കേൾക്കുവാൻ അവിടുന്ന് തന്നെ ഇടയാക്കിയാലല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയ്ക്കും വകയില്ലല്ലോ. അങ്ങയിലാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങയിലാണ് ഞങ്ങളുടെ സങ്കേതം, ആശ്രയം, ഫോട്ടോ എല്ലാം അവിടുന്നാണ്. അവിടുത്തെ പുണ്യനാമത്തെ മുഖത്തപ്പെടുത്തണം. ഞങ്ങൾ കുറയണം. അവിടുന്ന് വളരെ എല്ലാ യേശുവിന്റെ വലിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമീനാണ്. നമുക്കറിയാം, യോഹന്നാൻ 15 അധ്യായം എന്ന് പറയുമ്പോൾ യോഹന്നാൻ 13 അധ്യായം മുതൽ തന്നെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന്റെ, അതായത് കർത്താവ് ഈ ലോകത്ത് 33 വർഷക്കാലം ജീവിച്ചപ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേദിവസം രാത്രിയില് ശിഷ്യന്മാരുമായിട്ട് അവസാനമായിട്ട് പെസഹ അത്താഴം കഴിക്കുന്ന കാര്യമാണ് നമ്മൾ യോഹന്നാൻ 13 അധ്യായത്തിൽ വായിച്ച്. അവിടെ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി അവർക്ക് അപ്പമൊക്കെ മുറിച്ചു കൊടുത്തു. അവിടെ യൂദാസിനും അപ്പം മുറിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും യോഹന്നാൻ 13:27 നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഏതോ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ അത് കണ്ടായിരുന്നു. 13:27 നമ്മൾ ചൊവ്വാഴ്ച അത് കണ്ടായിരുന്നു. ഖണ്ഡം വാങ്ങിയ ഉടനെ 13:27 സാത്താൻ അവനിൽ കടന്നു. അവൻ ഇരുട്ടിലേക്ക് പോയി എന്നൊക്കെ, രാത്രിയിലേക്ക്. അപ്പോൾ രാത്രിയായിരുന്നു എന്നൊക്കെ നമ്മൾ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ബാക്കിയുള്ള 11 ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കർത്താവിന്റെ വലിയൊരു ദീർഘ സംഭാഷണം നമ്മളവിടെ വായിക്കുന്നു. കർത്താവിന്റെ ഏറ്റവും വലിയ മെസ്സേജായിട്ട്, സെർമണായിട്ട്, പ്രസംഗമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഗിരിപ്രഭാഷണമാണ്. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നിന്ന് ഇതൊരു സംഭാഷണമായിട്ട് വളരെ ഗിരിപ്രഭാഷണത്തോടെ തന്നെ നീളമുള്ള ഒരു യോഹന്നാൻ 13:31 മുതൽ 16:33 വരെയുള്ള വാക്യങ്ങളിലുള്ള വലിയൊരു മെസ്സേജ് നമ്മളവിടെ, അതൊരു പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിച്ചല്ലെങ്കിൽ പോലും എന്ന ശിഷ്യന്മാരുള്ള സംഭാഷണം, ഇടയ്ക്ക് ശിഷ്യന്മാരുടെ ചോദ്യങ്ങള്, ഫിലിപ്പോസിന്റെ ചോദ്യങ്ങള്, തോമസിന്റെ ചോദ്യം, പത്രോസ് പറയുന്ന കാര്യങ്ങള്, ഇസ്കരിയോത്ത് അല്ലാത്ത യൂദ ചോദിക്കുന്ന കാര്യം, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ പോലും കർത്താവിനെ വലുതായിട്ട് ഇവർ ഇന്ററപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് കർത്താവിന് അത്രയൊക്കെ പറഞ്ഞ് മുഴിപ്പിക്കാൻ ഒത്തു. പക്ഷെ ഇന്ററപ്റ്റ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. തോമസ് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് വഴി സത്യം ജീവൻ ഞാനാകുമെന്ന് കർത്താവ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വരിക്കും ചിലരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്നതൊക്കെ തടസ്സമായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് കർത്താവ് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഒത്തിരി ആശ്വാസം. അപ്പൊ തോമസിനോട് നമുക്ക് സ്വാഗതം ചെല്ലുമ്പോൾ, താങ്ക് യു തോമസ്, നീ അന്ന് കർത്താവിനോട് വഴി എന്താണെന്ന് ചോദിച്ചോണ്ടല്ലേ കർത്താവ് ഞാൻ തന്നെ വഴി പറഞ്ഞ് ആ വചനക്കാരുടെ എത്രയോ പേര് കർത്താവ് തന്നെയാണ് വഴി, വഴിയൊന്നും ഇല്ല, യേശുദാ മാത്രമാണ് വഴി എന്നുള്ള ആ വചനം കൊണ്ട് തന്നെ പലരും രക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ജീവൻ തുടിക്കുന്ന വാക്യങ്ങള് കർത്താവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. റെഡ് ലെറ്റർ ബൈബിൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാം കർത്താവിന്റെ വചനങ്ങളായിരുന്ന യേശു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വാക്യങ്ങള് റെഡ് ലെറ്റേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുള്ള ബൈബിളാ റെഡ് ലെറ്റർ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പം റെഡ് ലെറ്റർ ബൈബിൾ നോക്കുമ്പോൾ ഈ പോർഷൻസ് മൊത്തം റെഡ് ലെറ്റേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ മൊത്തവും കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ്, ഇടയ്ക്ക് ഫിലിപ്പോസും തോമസും പത്രോസും ഒക്കെ ഇടയ്ക്കൊക്കെ ചോട്ടാ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ബാക്കി എല്ലാം കർത്താവിന്റെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ ആ ജീവൻ നിറഞ്ഞ വാക്യങ്ങളാണ്. അപ്പം അവിടെ നമ്മൾ ഇത് പലപ്പോഴും ഈ ഒരു 13, 14, 15, 16 അധ്യായങ്ങളൊക്കെ അപ്പർ റൂം ഡിസ്കോഴ്സ് എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പർ റൂം, കർത്താവ് ആ മാളികമുറിയിൽ ശിഷ്യന്മാരുടെ മാളികമുറിയിൽ കർത്താവ് കൂടിയെന്നുള്ള കാര്യമൊക്കെ മർക്കോസിലും മത്തായിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാളികമുറിയിൽ അവർ അന്ത്യത്താഴം കൂടിയത്, ഒരു വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു മാളികമുറി ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മളവിടെ മർക്കോസിന്റെ സിസ്റ്റേഷനിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ ആ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടു. മത്തായി 26:30 നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു സമയം എത്തുമ്പോഴത്തേക്കും കർത്താവ് അവിടെ നിന്ന് ഗോ ഫ്രം ഹിയർ, കർത്താവ് അവിടെ നിന്ന് അവർ ഒലിവ് മലയിലേക്ക് പോയി എന്നുള്ളൊരു കാര്യമാണ്. മത്തായി 26:30 വാക്യത്തിൽ കർത്താവ് പാട്ട് പാടിയ കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അവര് ഒരു പാട്ട് പാടിയ ശേഷം, ഒരു സ്തോത്രം പാടിയ ശേഷം, ഹിം പാടിയ ശേഷം, സോങ് ഓഫ് താങ്ക്സ് ഗിവിംഗ് പാടിയ ശേഷം
മത്തായി 26:30 പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ആ പോർഷൻ ആയിരിക്കണം നമ്മളിപ്പോ യോഹന്നാൻ 14 അവസാനം റൈസ് ലെറ്റസ് ഗോ ഫ്രം ഹിയർ, എഴുന്നേറ്റ് നമുക്ക് ഇവിടെ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ കർത്താവ് ആ അപ്പർ റൂമിൽ നിന്ന് ഒലിവുമലയിലേക്ക് പോയതായിരിക്കണം. ആ പോർഷൻ ആയിരിക്കണം കറസ്പോണ്ടിങ് ആയിട്ട് മത്തായി 26:30 എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലോ ഒലിവുമലയിലോട്ട് എത്തുമ്പോഴും ഒക്കെയാണ് കർത്താവ് ബാക്കി യോഹന്നാൻ 15 ഇപ്പൊ നമ്മൾ യോഹന്നാൻ 15 എത്തി. യോഹന്നാൻ 15 ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കർത്താവാകുന്ന മുന്തിരിവള്ളി എന്നൊക്കെ പറയുമ്പോൾ അവിടെ കർത്താവ് ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ ഒലിവുമലയിൽ എത്തിയിട്ടോ ഒക്കെ ഒത്തിരി മുന്തിരി വള്ളികളൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതൊക്കെ അതൊക്കെ കണ്ട് യഥാർത്ഥത്തിലുള്ള മുന്തിരിവള്ളി നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. കർത്താവിന്റെ പ്രധാനമായിട്ടുള്ള 7 അയാം സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചെണ്ണിയ 12 അയാം സ്റ്റേറ്റ്മെന്റ്സ്, ഞാനാകുന്നു അയാം എന്ന് പറയുന്ന അങ്ങനെയുള്ള 7 സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ കുറച്ചുകൂടെ നമ്മള് ഗ്രീക്കിലെയും കൂടെ ഒക്കെ എണ്ണി വെച്ച് പറയുമ്പോൾ 12 അയാം സ്റ്റേറ്റ്മെന്റ്സ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാനാകുന്നു ജീവന്റെ അപ്പം, ഞാനാകുന്നു വഴി സത്യം ജീവനും ആകുന്നു, പിന്നെന്താ ഞാനാകുന്നു ലോകത്തിന് വെളിച്ചം, ഞാനാകുന്നു നല്ല ഇടയും, ഞാനാകുന്നു ആടുകളുടെ വാതില്, ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും, ഞാനാകുന്നു വഴിയും സത്യം ജീവനും. ഇന്ന് ഈ 7ാമത്തെ ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി. അങ്ങനെ 7ാമത്തെ അയാം സ്റ്റേറ്റ്മെന്റാ ഞാനാകുന്നു എന്ന് പറയുന്നത്. കർത്താവ് അവിടെ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനായിരുന്നു എന്നോ ആകുമെന്നോ അല്ല പറയുന്നത്, അയാമെന്ന് തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത മോശയ്ക്ക് പുറപ്പാട് 3:14 യഹോവയായ ദൈവം തന്റെ പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഞാനാകുന്നുവെന്ന് അവിടെ ഇസ്രായേൽ മക്കളോട് താൻ എന്ത് പറയണം, ആരാ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാനാകുന്നു എന്നാണ് എന്റെ പേരെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് അവിടെ മോശയോട് പറയുന്ന ആ കർത്താവ് തന്നെയാണ്. ആ ദൈവം തന്നെ, ത്രിയേക ദൈവത്തിന്റെ രണ്ടാമനായിട്ടുള്ള ആ പിതാവാൻ ദൈവത്തിന്റെ വചനമായിട്ടുള്ള യേശു കർത്താവ് തന്നെയാണ്. ആ വചനം തന്നെയാണ് ഒരു മനുഷ്യരൂപത്തില് യേശുവായിട്ട് നമ്മുടെ ഭൂമിയില് കർത്താവ് നമുക്ക് മാതൃകയായിട്ട് ജീവിച്ച് കാണിച്ചു. അപ്പൊ ആ കർത്താവ് അവിടെ യോഹന്നാൻ 15:5 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും ആകുന്നു, എന്റെ പിതാവ് തോട്ടക്കാരനും അത്രേ എന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തെ 3 വാക്യങ്ങള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളൊന്ന് കണ്ടായിരുന്നു അവിടെ. അപ്പോ കർത്താവ് ആകുന്നു സാക്ഷാൽ മുന്തിരിവള്ളി. ഇസ്രായേലിനെയും മുന്തിരിത്തോട്ടത്തോടൊക്കെ കർത്താവ് ഉപമിക്കുന്നതൊക്കെ നമ്മൾ യെശയ്യാവ് 5 നമ്മൾ കണ്ടായിരുന്നു. യെശയ്യാവ് 5 80 സംഖ്യത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തോമസ് പേർ ആ വചനഭാഗം എടുത്ത് വായിച്ചായിരുന്നു. 80 സങ്കീർത്തനത്തിന്റെ ഞാനൊന്ന് നോക്കട്ടെ, 8 മുതൽ 80 സങ്കീർത്തനത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഈ ഒരു മുന്തിരി ചെടിയോടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. 80ാമത്തെ സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, മിസ്രൈമിൽ നിന്ന് ഇസ്രായേലാകുന്ന മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന കാര്യം പറയുന്നത്. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു, നീ അതിനെ തടവെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. 80ാം സങ്കീർത്തനത്തിന് 9ാമത്തെ വാക്യം വായിച്ച് 10ാമത്തെ വാക്യം അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അപ്പൊ അതുപോലെ കൊമ്പുകളും ഒക്കെ ഉള്ള ഒരു മുന്തിരിവള്ളിയായിട്ട് ഇസ്രായേൽ വളർന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നാം മലയാളത്തിൽ എഴുതിയത് ചില്ലകളെ എന്നായിരിക്കും, ബ്രാഞ്ചസ് ചില്ലകളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്രായേലിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ, കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. ഇസ്രായേലിന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ സങ്കീർത്തനക്കാരൻ അവിടെ പ്രാർത്ഥിക്കുവാണ്. നമ്മളവിടെ ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ് ഇത് വായിക്കുന്നത്. ഈ 80ാമത്തെ സങ്കീർത്തനം, വയലിലെ മൃഗങ്ങൾ അതിനെ തിന്നു കളയുന്നു, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ഭർഷണത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിന്റെ അന്നത്തെ ആ ഒരു ആത്മീയമായിട്ട് മുരടിച്ച അവസ്ഥയെ ദൈവമേ കരുണ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനക്കാരനൊക്കെ പാടുന്നുണ്ട്. ഇസ്രായേലിനെ പ്രവാചകന്മാരെയൊക്കെ അയച്ച് ദൈവം ഇതിനെ ഫലഭൂഷ്ടമാക്കാൻ ദൈവം മാക്സിമം നോക്കി. നമ്മളത് യെശയ്യാവ് 5 വാക്യങ്ങളിൽ നമ്മളത് കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. വേറെ എന്താ ഇനി ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നമ്മള് യെശയ്യാവ് 5 ആ വാക്യത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ
ഇസ്രയേലിനെ ദൈവം മുന്തിരിവള്ളിയായിട്ടാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് രാമപുരത്ത് നിന്ന് പച്ചച്ചീര എടുത്തുകൊണ്ട് പോയി അവിടെ കരുനാഗപ്പള്ളി കൊണ്ട് നട്ടു എന്ന് പറയുന്നത് പോലെ മിസ്രൈമിൽ നിന്ന് ഈ മുന്തിരിവള്ളി അവിടെ വേറെ ഈ കർത്താവ് കനാൻ ദേശത്ത് കൊണ്ടുപോയി നട്ടതാ. പക്ഷേ എന്താ പറ്റിയ കർത്താവ് ഇതിനായിട്ട് ഇനി എന്താ ചെയ്യാനുള്ളത് എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ നമ്മള് യെശയ്യാവ് 5-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ വാട്ട് മോർ 4-ാമത്തെ വാക്യം, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ എന്ന് വെച്ചാൽ അത്രയും മാക്സിമം അതായത് വെള്ളവും വളവും വേലിയും കെട്ടി അതുപോലൊക്കെയുള്ള അതിന്റെ ആദ്യത്തെ വാക്യങ്ങളെല്ലാം നമ്മളതാ വായിക്കുന്നത്. ഞാൻ എന്റെ പ്രിയതമനെ അതിന്റെ യെശയ്യാവ് 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, ഞാൻ എന്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും, എന്റെ പ്രിയതമന് ഏറ്റവും ബലത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, അവൻ അതിന് വേലി കെട്ടി. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരരുത്, അത് ജാതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കണം, ലോകത്തെ പോലെ ലോകമൈതത്തിൽ അങ്ങ് കലർന്നു പോകരുത്. ഇസ്രായേൽ ജനത അവിടെ ഒരു വേലിയുണ്ട്, സഭയ്ക്കൊരു മതിലുണ്ട്, കർത്താവ് സഭയ്ക്കൊരു തീ മതിലായിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സെഖര്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-8 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അതിനൊരു തീ മതിലായിരിക്കും, ഞാനായിരിക്കും അതിന്റെ മധ്യത്തിലുള്ള ആ സഭയുടെ മധ്യത്തിലുള്ള മഹത്വം എന്നൊക്കെ കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യം സഭയെ കുറിച്ചാണ്, ആത്മീയ ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യം നമുക്കറിയാം. അപ്പം അന്ന് ഇസ്രായേലിന് ദൈവം ഒരു വേലി കെട്ടിയതുപോലെ ഇന്ന് സഭയ്ക്കും കർത്താവാകുന്ന മുന്തിരിവള്ളി നമ്മുടെ കൊമ്പുകള് സഭയിൽ കർത്താവ് ഒരു വേലി കെട്ടി ലോകത്തിന്റെ ഇന്ന് പലപ്പോഴും നമ്മള് ക്രിസ്തീയമായിട്ടുള്ള പല സഭകളെന്ന് പേര് വിളിക്കുന്ന ഇടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നോക്കുമ്പോൾ ലോകവും ഈ ക്രിസ്ത്യതയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ പണം, മനുഷ്യമാനം, അതുപോലുള്ള പോളിറ്റിക്സ്, രാഷ്ട്രീയം, ക്രിസ്തീയം എന്ന് പറയുന്ന ഇടങ്ങളിലും അതുപോലൊക്കെയുള്ള പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ മനുഷ്യന്റെ പോപ്പുലാരിറ്റി സീക്കിങ്ങും അതുപോലൊക്കെയുള്ള പല കാര്യങ്ങൾ സ്വയം ഇപ്പം സുജ പറഞ്ഞതുപോലെ ആ ഒരു എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ ഉയർത്തുന്ന നമ്മള് ദാനിയേൽ 11:36 കാണുന്ന ആ കാര്യമാണ്, എതിർക്രിസ്തു തന്നെ ഉയർത്തുന്നു. അതേ കാര്യം തന്നെ 2 അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലേക്ക് എതിർക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഉയർത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ലോകത്തിന്റെ ആ സ്വഭാവം തന്നെ ഇന്ന് പലപ്പോഴും ക്രിസ്ത്യമായിട്ടെന്ന് പറയുമ്പോൾ നമ്മളാരെ കല്ലെറിയാനില്ല, നമ്മുടെ ജഡത്തിൽ അതേ ജഡം തന്നെ നമുക്കും ഉള്ളത്, നമ്മെ തന്നെ ഉയർത്തുന്ന ആ ഒരു ഇന്ന് കർത്താവ് ഇതിനെ ഒരു വേലിയിട്ട് കെട്ടി ലോകത്തിന്റെ ഇതായി തീരാതെ നമ്മള് എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു മാവിന്റെ തടവെടുത്ത് കുറച്ചൊന്ന് വേലിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുമ്പോൾ കാടൊക്കെ കയറി മാവിന്റെ ഏതാ ബാക്കി ചെറുതടം ഏതാ അല്ലെങ്കിൽ വേറെ എന്താ പറയുക അവിടെയുള്ള മുൾച്ചെടി ഏതാന്ന് പിന്നെ നമുക്ക് പിന്നെ എല്ലാം തേടി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം കർത്താവ് പക്ഷേ അതിനൊരു ആത്മീയമായിട്ട് നമ്മളുടെ ജീവിതത്തില് നമ്മളുടെ കുടുംബത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെ ലോകത്തിലുള്ള കുഞ്ഞുങ്ങളെ പോലെ അവരങ്ങ് ലോകത്തിലുള്ള പിള്ളേരെ വാച്ച് ചെയ്യുന്ന രീതിയിലുള്ള TV പ്രോഗ്രാംസും ഇതും ഇതെല്ലാം ആയിട്ട് നമ്മൾ അങ്ങനെ വിടുവാണോ, അത് അവിടെ ഒരു വേലിയുണ്ടോ? അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു വേലിയുണ്ടോ? കർത്താവ് കിട്ടുന്ന ഒരു വേലി ലോകത്തിന് നമ്മളിവിടെ ഈ മുന്തിരിത്തോട്ടത്തിന്റെ വേലിയെ കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തനത്തില് ഇവിടെ ഉത്തമഗീതത്തില് സോങ് ഓഫ് സോങ്സില് അവിടെ ഒരു മുദ്രയിടപ്പെട്ട സീൽ ചെയ്ത ഗാർഡൻ ആണ് എന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. നമ്മളെ യെശയ്യാവിന് തൊട്ട് മുമ്പെയാണല്ലോ ഉത്തമഗീതം ഉള്ളത്. ഉത്തമഗീതം 4-ാം അധ്യായത്തില് അവിടെ ഈ മണവാട്ടിയെ കുറിച്ച് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ കർത്താവിന്റെ മണവാട്ടിക്ക് അതൊരു മുദ്രയിടപ്പെട്ട തോട്ടമാണ്, ആർക്കെങ്കിലും കയറി വന്ന് നിരങ്ങാവുന്ന ഒരു തോട്ടമല്ല, മറിച്ച് ഉത്തമഗീതം 4:12 എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. ഇപ്പൊ അതായത് ആർക്കും എന്തും ആ ഒരു കാര്യമല്ല, മറിച്ച് ഒരു സീലപ്പ് ചെയ്ത കർത്താവിന്റെ സ്നേഹത്താൽ ഒരു മുദ്രയിടപ്പെട്ട ലോക്ക് ചെയ്യപ്പെട്ട ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ ലോക്ക് ഇസ് മൈ സിസ്റ്റർ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ അതുപോലെ കർത്താവിനായിട്ട്, കർത്താവ് അസൂയുള്ള ദൈവമാണ്, പത്നി വ്രത ശങ്ക എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച 8-ാമത്തെ വാക്യത്തിൽ ജലസി ഇസ് സ്ട്രോങ് എസ് ഫയർ എന്നൊക്കെ പറയുമ്പോൾ കർത്താവിന് നമ്മുടെ മേലുള്ള ഒരു അസൂയ, അത് മലയാളത്തിൽ പത്നി വ്രത ശങ്ക എന്നുള്ളൊരു വലിയൊരു വാക്യത്തെ ഉപയോഗിച്ചിരിക്കുന്നത് ഉത്തമഗീതം 8-ാമത്തെ വാക്യത്തിൽ. എന്നുവെച്ചാൽ അതുപോലെ കർത്താവ് നമുക്കായിട്ട് നമുക്കറിയാം, കർത്താവ് നമ്മളെ അതുപോലെ എരിവോടെ എരിയുന്നു എന്നൊക്കെ നമ്മള് 2 Corinthians 11:2-3 വാക്യങ്ങളിൽ നമുക്ക് ആ വാക്യങ്ങൾ അറിയാം. നിർമ്മല കന്യകയായിട്ട് വിവാഹം വാഗ്ദത്തം ചെയ്തിട്ട് സർപ്പം ഉപായത്തെ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനുള്ള നിർമ്മലത ഏകാഗ്രതയൊക്കെ വിട്ട് വഷളായി പോകുമോ എന്നുള്ള തന്റെ ഒരു വലിയ ഭയത്തെ കുറിച്ച്, തന്റെ ഒരു
വലിയൊരു അസൂയയെ കുറിച്ച്, ഗോഡ്ലി ജലസിയെ കുറിച്ച്, തന്റെ എരിവിനെ കുറിച്ച്, ദൈവത്തിന് എരിവോട് എരിയുന്നു എന്നൊക്കെ അവിടെ 2 Corinthians 11 രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുപോലെ ദൈവത്തിനൊരു എരിവുള്ളതുകൊണ്ട് അതിനൊരു വേലി കണ്ട് തിരിച്ചേക്കുന്നത്. ബാക്കി ലോകക്കാരെ നിന്ന് നമ്മൾ ലോകക്കാരായ ബന്ധുക്കളോട് ഒഫ്കോഴ്സ് നമ്മൾ അവരോട് ഇടപെടുന്നു. ബാക്കി പല ആൾക്കാരോട് നമ്മുടെ സഹോദരങ്ങള്, സുഹൃത്തുക്കള്, പല തരത്തിലുള്ള ആൾക്കാരോട് നമ്മളെല്ലാം ഇടപെടുന്നു, സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ അവരുടേതായ ഒരു വാല്യൂ സിസ്റ്റം തങ്ങളെ തന്നെ ഉയർത്തുകയും പൊങ്ങച്ചു അതുപോലൊക്കെയുള്ള സംസാരവും പല തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള അൺഹോൾസം ആയിട്ടുള്ള തമാശകളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ലോകത്തിന്റെ പരദൂഷണവും കാര്യങ്ങളും പൊങ്ങച്ചവും കാര്യങ്ങളും അതുപോലെ തന്നെ പല കുറ്റപ്പെടുത്തലുകളും അങ്ങനെയൊക്കെയുള്ള പല വർത്തമാനങ്ങളുടെയൊക്കെ ഇടയിൽ നമുക്കൊരു വേലിയുണ്ടോ? നമ്മളുടെ കുടുംബത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വേലിയുണ്ടോ? നമ്മുടെ സഭയ്ക്കൊരു വേലിയുണ്ടോ? കർത്താവ് മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ യെശയ്യാവ് 5:2 വരുമ്പോൾ അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പിറക്കി കളഞ്ഞു. നല്ല വേലൊക്കെ നന്നായിട്ട് ഓടാൻ വേണ്ടി കർഷകരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞത് എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം. ഇപ്പൊ കല്ലൊക്കെ പിറക്കി കളഞ്ഞു, അതുപോലെ നന്നായിട്ട് വളവൊക്കെ ഇട്ട് മണ്ണൊക്കെ നന്നായിട്ട് ലൂസായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തങ്ങി നിന്ന് കിട്ടാൻ വേണ്ടി അതിന്റെ കല്ലൊക്കെ ആവശ്യമില്ലാത്ത കല്ലുകളും അതുപോലെയൊക്കെ ചപ്പുചവറും ഒക്കെ പറക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു. അതായത് ഇനിയിപ്പം മുന്തിരിങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ അത് വൈനാക്കണം, അതിനുവേണ്ടിയുള്ളൊരു ചക്ക് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. ഹി ബിൽറ്റ് എ ടവർ, ഹ്യൂഡ് ഔട്ട് എ വൈൻ വാറ്റ് ഇൻ ഇറ്റ്, രണ്ടാമത്തെ വാക്യത്തില്. അപ്പൊ അതുപോലെ ഒരു എക്സ്പെക്ടേഷനിൽ അതുപോലൊരു പ്രതീക്ഷയോടെ കർത്താവാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്നുള്ള കാര്യം നമ്മൾ യോഹന്നാൻ 15 ഇങ്ങോട്ട് വന്നതാണ്. കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവ് തന്റെ ഭൗമിക ജീവിതത്തിൽ കർത്താവ് കൊലകൊലയായിട്ട് കർത്താവിന്റെ ജീവിതത്തിലെ ഫലങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ജീവിതത്തിന്റെ ഫലം, ശുശ്രൂഷയുടെ ഫലം എല്ലാം നിറഞ്ഞു കവിഞ്ഞ് പിതാവിന് ഏറ്റവും പ്രസാദകരമായിട്ട് ഏറ്റവും സുഗ്രാഹ്യമായിട്ടുള്ള ഏറ്റവും ഒരു വലിയ സൗരഭ്യവാസനയായിട്ട് യേശുവിന്റെ ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൊമ്പുകളായിട്ടുള്ള നമ്മളെ കർത്താവ് ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു ഈ ഭൂമിയിലുള്ളിടത്തോളം, പിന്നെ നിങ്ങളാണ് ലോകത്തിന് വെളിച്ചമെന്നൊക്കെ യോഹന്നാൻ 9:5 പറഞ്ഞതുപോലെ കർത്താവ് മുന്തിരിവള്ളിയായിട്ട് ഫലം കായ്ച്ച് ഈ ഭൂമിയിൽ 30 വർഷക്കാലം ഇനിയിപ്പം കൊമ്പുകളായിട്ട് നമ്മളോട് കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ദൗത്യം ഏൽപ്പിച്ചിട്ട് പോയേക്കുക. അപ്പം ഇതുപോലുള്ള സംരക്ഷണവും കാര്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് സഭയില് സഹോദരങ്ങളിലൂടെ ഒക്കെ ദൈവം ആത്മീയമായിട്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന വചനം തരുന്നു, വേണ്ടുന്ന മുന്നറിയിപ്പുകൾ തരുന്നു, വേണ്ടുന്ന തിരുത്തലുകൾ തരുന്നു, വേണ്ടുന്ന ഉപദേശങ്ങൾ തരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പരിക്കനായിട്ടുള്ള ചില കല്ലുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു കളയാൻ ദൈവം സഹായിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ വലിയ എക്സ്പെക്ടേഷനിലെ ഒരു ചക്ക്, ഒരു വൈൻ ബാറ്റ്, ഇനി വലിയൊരു പുതുവീഞ്ഞിന്റെ ഒരു ജീവിതം എന്റെ മകൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു വലിയ ഒരു ഇതില് മുന്തിരി കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. എക്സ്പെക്റ്റഡ്, അത് നമ്മളെവിടെ നമ്മളെ എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ് ഗ്രേപ്സ്. പക്ഷെ എന്താ കായ്ച്ചത് എന്താന്ന് വെച്ചാൽ കാട്ടുമുന്തിരിങ്ങ അത്രയും. ആകയാൽ യെരൂശലേം നിവാസികളെ യഹൂദ പുരുഷന്മാരുമായുള്ളവര് എനിക്ക് എന്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിക്കുവിൻ. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ? ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറ, ഞാൻ ചെയ്യാം എന്ന് വെല്ലുവിളിക്കുന്ന ആ ഒരു കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്വരമാണ് നമ്മളവിടെ യെശയ്യാവ് 5:4 നമ്മൾ വായിക്കുന്നത്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരി കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കാന്ന് പറഞ്ഞ് പിന്നെ ആ 7ാമത്തെ വാക്യത്തിൽ ഈ സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അതിന്റെ മനോഹരമായിട്ട് നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയ്യോ കഷ്ടം എന്നുള്ള കാര്യമൊക്കെയാണ് പിന്നെ യെശയ്യാവ് 5-ാം അധ്യായത്തില് ആ മുന്തിരിത്തോട്ടത്തിലെ മനുഷ്യരുടെ അവസ്ഥയെ കുറിച്ചൊക്കെ അയ്യോ കഷ്ടം, അവർക്ക് അയ്യോ കഷ്ടം. നമ്മളിപ്പം 8ാമത്തെ വാക്യത്തില് എന്താ വായിക്കുന്നത്? അയ്യോ കഷ്ടം, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അതായത് സ്വന്തം സ്ഥലം മാത്രമല്ല മറ്റുള്ളവരുടെ സ്ഥലമൊക്കെ കൈവേറുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ഇസ്രായേലിലുള്ള അന്നത്തെ ഒരു അരാജകത്വവും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ 11ാമത്തെ വാക്യത്തിൽ അയ്യോ കഷ്ടം, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നിട്ട് പിന്നെ താഴോട്ടല്ല അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് അയ്യോ കഷ്ടം 21ാമത്തെ വാക്യത്തിൽ 22ാമത്തെ വാക്യത്തിലൊക്കെ ഈ അയ്യോ കഷ്ടം എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ യെശയ്യാവ് തന്നെ എനിക്ക് കഷ്ടം എന്ന് പറയുന്നത് യെശയ്യാവ് 6-ാം അധ്യായത്തിലെ ദൈവത്തെ അതുപോലെ കണ്ടപ്പം തനിക്കാണ് യഥാർത്ഥത്തിൽ കഷ്ടം എന്നുള്ള കാര്യം. ശരിയാണ്, ഇസ്രായേലിന് അന്ന് കഷ്ടം
അയ്യോ കഷ്ടം തന്നെ ആയിരുന്നു അത്. ദൈവത്തിന്റെ ഭാഗത്ത് ദൈവത്തിന്റെ വചനം തന്നെ യേശാവ് പറഞ്ഞത് എന്ന തന്റെ ജീവിതത്തിലെ കുറവുമൊക്കെ യേശാവ് തന്നെ പിന്നീട് കാണുന്നതൊക്കെ നമ്മൾ യേശാവ് 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ തിരിച്ച് നമുക്ക് യോഹന്നാൻ 15 വരുമ്പം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കർത്താവ് നമ്മൾ ഫലം കായ്ക്കാൻ വേണ്ടി നമ്മളത് ലൂക്കോസ് 13-ാം അധ്യായത്തിൽ പലപ്പോഴും നമ്മൾ വർഷാന്തിയൊക്കെ ആകുമ്പോൾ കാണുന്ന ഒരു വാക്യമാണ്. ലൂക്കോസ് 13-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ പാരബിൾസ്, നമ്മൾ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പാരബിള എന്താ, ലൂക്കോസ് 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു അത്തിയോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുക. അത് ഇസ്രായേലിനെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയുന്ന കർത്താവ് അവിടെ. എന്നാൽ ഇന്ന് നമുക്കും അത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പാരബിൾ ആണെന്നുള്ളൊരു കാര്യം. അവൻ ഈ ഉപമയും പറഞ്ഞു. എന്താ, ഒരുത്തന് തന്റെ കുതിരത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ലൂക്കോസ് 13-ന്റെ 6-ാമത്തെ വാക്യം. അവർ അതിന് ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തി ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയും, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്തിനെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു നീതിയോടെ കാർക്കശ്യത്തോടെ ഒരു പിതാവിന്റെ ഒരു സ്വരം നമ്മളവിടെ കാണുന്നു. എന്ന് കർത്താവ് അവിടെ പറയുക, തോട്ടക്കാരൻ പറയുക, കർത്താവേ യജമാനെ, ലോർഡ്, എന്താ നമ്മളവിടെ വായിക്കുന്നത്, സർ, കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ശബ്ദത്തിൽ ഒരു പള്ളിയിൽ കർത്താവ് ഉപദേശിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ആ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഫലം, ശുശ്രൂഷയുടെ ഫലം, ജീവിതത്തിന്റെ ഫലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കണ്ടു. ഗലാത്യർ 5-ന്റെ 22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, ദീർഘക്ഷമ, പേഷ്യൻസ്, കൈൻഡ്നസ്, ദയ, കൈൻഡ്നസ്, ഗുഡ്നസ്, പരോപകാരം അല്ലെങ്കിൽ നന്മ, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വാസം രണ്ടും ആത്മാവിന്റെ ഫലം. അപ്പിസ്റ്റസ് എന്നുള്ള ഗ്രീക്ക് പദത്തിന് ആ ഒരു കാര്യം, വിശ്വസ്തത, ജെന്റിൽനെസ്, സൗമ്യത, ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ. ആ ഒരു 9 കാര്യങ്ങളോ 9 ഫെയ്ത്ത്ഫുൾനെസ്സും കൂടെ കൂട്ടണമെങ്കിൽ 10 കാര്യങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ആ 10 കാര്യങ്ങൾ നമ്മളവിടെ ആ ഒരു ഓറഞ്ചിന്റെ 9 അല്ലി മാതിരി അല്ലെങ്കിൽ 10 അല്ലി മാതിരി ആ ഒരു ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ആ 9 കാര്യങ്ങൾ 10 കാര്യങ്ങൾ നമ്മളവിടെ ഗലാത്യർ 5-ന്റെ 22-23 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ഫലത്തെ കുറിച്ചാണ് വായിക്കുന്നത്. പക്ഷെ ആ ഫലം കായ്ക്കുന്നതിന്റെ ആ ഒരു റൂട്ട്, അതിന്റെ ഒരു ഗുഡൻസ്, അതിന്റെ ഒരു രഹസ്യമാണ് കർത്താവ് പറയുന്നത്. എന്നിൽ വസിക്കണം എന്നുള്ളൊരു കാര്യം. അതാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ താഴോട്ട് നമ്മൾ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമെങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ എന്താ, എന്നിൽ ഫലം കായ്ക്കാത്ത കുടുംബത്തെയും അവൻ നീക്കിക്കളയുന്നു. 2-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും കർത്താവ് കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. 2-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ഒരു ന്യായവിധിയെ കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ. എന്നാൽ അതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളുടെ വായിച്ചിട്ട് 2-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം ഒരേ വാക്യം പോലാന്നാണ് എനിക്ക് തോന്നിയിട്ട്. ഇതാ കുറച്ചെടുത്ത് നോക്കുമ്പോൾ നമ്മള് 2-ാമത്തെ വാക്യം ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെ അവിടെ പറയുന്നത്. ഫലം കായ്ക്കാത്തതിന്റെ കാരണം എന്താന്ന് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താ ഫലം കായ്ക്കാത്തതിന്റെ കാരണം? ഇതിൽ വസിക്കാത്തവന്റെ ഫലം കായ്ക്കാത്ത, വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിടുന്നു. നിത്യമായിട്ടുള്ള ഒരു തീപ്പൊയ്കയെ കുറിച്ചൊക്കെ നമ്മള് വെളിപാട് 20-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലേക്ക് ഓഫ് ഫയർ, നിത്യമായിട്ടൊരു ദൈവത്തിന്റെ ഒരു ന്യായവിധിയുടെ ഒരു തീയിലേക്ക് ഇട്ട് കളയുന്ന ഒരു കാര്യം. അപ്പം കർത്താവിൽ വസിക്കാത്തവനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപവും വീഴ്ച സംഭവിച്ച പെട്ടെന്ന് തന്നെ നമ്മളെ കർത്താവ് എടുത്ത് തീപ്പൊയ്കയിലൂടെ തള്ളിക്കളയുന്നല്ല. കർത്താവ് സ്നേഹനിധിയായ ഏറ്റവും ദീർഘക്ഷമയുടെ കർത്താവ് നമ്മള് മാനസാന്തരപ്പെടാനായിട്ട് കർത്താവ് ഒത്തിരി അവസരങ്ങളും കാര്യങ്ങളും എല്ലാം തരാം. കർത്താവ് ദീർഘക്ഷമയോടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവെന്ന് നമ്മൾ അതെല്ലാം തൃണവത്ഗണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ദൈവത്തോട് മത്സരിച്ച് കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കാര്യം പറിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ലെന്ന് യോഹന്നാൻ 10-ന്റെ 28-29 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ തന്നെ ഇതിനകത്തുനിന്ന് ചാടി കളയുവാണെങ്കിൽ, എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ, എനിക്ക് കുറച്ചുകൂടെ മിസ്രൈമായിരുന്നു, കുറച്ചുകൂടി ഈജിപ്റ്റ് ആയിരുന്നു, എനിക്ക് കുറച്ചുകൂടി ഭേദം, എനിക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ദൈവത്തിൽ നിന്നോട് റിബൽ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ പാപത്തിൽ തുടരാനായിട്ട് മത്സരത്തിലും കയ്പിലും വിരോധത്തിലും ക്ഷമിക്കാത്ത മനോഭാവത്തിലും നമ്മളുടേതായ ഒരു നിരാശയോ ആകുല ചിന്തയോ സ്വയസലതാപോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ
നമ്മൾ തന്നെ അങ്ങ് തുടർന്ന് എനിക്ക് ദൈവത്തിന് ക്ഷമയൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം, അല്ലെങ്കിൽ എനിക്ക് ദൈവം പോലും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ തന്നെ അങ്ങ് കഠിനപ്പെടുത്തി കർത്താവിൽ വസിക്കാതെ ആ ഒരു ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തിലുള്ള ഒരു റെഡ് ലൈനും ക്രോസ് ചെയ്ത്, ഒരു ചുവന്ന രേഖയും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന ഒരു ഡേഞ്ചറിനെ കുറിച്ച് കർത്താവ് അത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ കർത്താവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് എടുക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ പാപം എത്ര ദൈവം ഗൗരവമായിട്ട് കാണുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ അവിടെ ഒരു കുറ്റബോധത്തിലേക്ക്, ഒരു കോണ്ടംനേഷൻ, സെൽഫ് കോണ്ടംനേഷൻ, സാക്ബേർ പറഞ്ഞ there are two no entry roads. രണ്ട് നോ എൻട്രി റോഡ്സ്. ഇവിടെ എല്ലാം വരുമ്പോഴത്തേക്കും എല്ലാ ഡൈവേർഷൻ നോ എൻട്രി എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൊത്തം പറയും നോ എൻട്രി റോഡ്സ് ആയിരിക്കും. എറണാകുളത്ത് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് അങ്ങോട്ട് വന്ന് കുറച്ചുകൂടെ ഭേദം. അവിടെ രണ്ട് നോ എൻട്രി റോഡ്സ് സ്പിരിച്വൽ ലൈഫിൽ ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്കറേജ്മെന്റ്, നിരാശ. മറ്റൊന്ന് സെൽഫ് കോണ്ടംനേഷൻ, നമ്മുടെ സ്വയമുള്ള ഒരു കുറ്റബോധം. പാപബോധം ദൈവം തരുന്നതെന്ന് കുറ്റബോധം, അയ്യോ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഒരു നിരാശ, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിരാശ, ഡിസ്കറേജ്ഡ് ആയിട്ട് പോകുന്ന ആ കാര്യങ്ങൾ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ളൊരു ദൈവഭയത്തോടെ കർത്താവേ എത്ര വർഷം ഒരു മാവിന്റെ കൊമ്പ് എത്ര വർഷം കായ്ച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അവസാനം വെട്ടിക്കളഞ്ഞ് അത് ഞാൻ എത്ര 50 വർഷമായിട്ട് ഞാൻ കായ്ക്കുന്ന കൊമ്പ്, അതുകൊണ്ട് എനിക്ക് തന്നെ കായ്ക്കാം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് നമ്മളുടെ ഒരു കാര്യത്തിൽ നമുക്ക് പുഴയാനില്ല. കർത്താവില് ശരീരം മാത്രമേ ഉള്ളൂ ഫലം. അതുകൊണ്ട് കർത്താവ് ആരോഗ്യകരമായ ഒരു ഭയം എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്താവിന് നമ്മളെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിലുള്ള ദൈവഭയം, പുതിയ നിയമത്തിലുള്ള ദൈവഭയം നമ്മളെ സാക്ബേറിന് കിട്ടുള്ളത് പോലെ കർത്താവ് നമ്മളെ വേദനിപ്പിക്കുക, കർത്താവ് നമ്മളെ നിന്ദിപ്പിക്കുക, ശിക്ഷിക്കുക എന്നുള്ളതല്ല. എന്നാൽ ഞാൻ കർത്താവിനെ വേദനിപ്പിക്കുക, അത് ഗോഡ് വിൽ ഹർട്ട് മീ എന്നുള്ളതല്ല, അത് ഐ വിൽ ഹർട്ട് ഗോഡ്. ഞാൻ എന്റെ കർത്താവിനെ, എനിക്ക് ഇത്രയധികം എല്ലാമായി തീർന്ന, എനിക്ക് വേണ്ടി കുറിച്ച് അവസരത്തിൽ ആ കർത്താവിനെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ കൊണ്ട് ഞാൻ വേദനിപ്പിക്കുവോ, ഞാൻ കർത്താവിന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവോ, ഞാൻ കർത്താവിനെ ഡിസപ്പോയിന്റ് ചെയ്യുവോ എന്നുള്ള ഒരു ആരോഗ്യകരമായ ഭയം. അതാണ് യഥാർത്ഥത്തിലുള്ളൊരു ഫിയർ ഓഫ് ഗോഡ്. ആ ആരോഗ്യകരമായ ഭയമാണ് ദാറ്റ് ഇസ് എ ബിഗിനിങ് ഓഫ് വിസ്ഡം, ബിഗിനിങ് ഓഫ് നോളജ് എന്നൊക്കെ നമ്മൾ സദൃശവാക്യം 1-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ജ്ഞാനത്തിന്റെയും കർത്താവിനെ അറിയുന്നതിന്റെ ഒക്കെ ഒരു ആരംഭമായിട്ട് ആ ഒരു ദൈവഭയം വെച്ചാൽ ദൈവഭയത്തിന്റെ ആത്മാവും പരിശുദ്ധാത്മാവാണ്. ജ്ഞാനത്തിന്റെ ആത്മാവും പരിശുദ്ധാത്മാവാണ്. കർത്താവിനെ അറിയുന്ന അറിവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവാണ്. സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ആലോചനയുടെ ആത്മാവും ബലത്തിന്റെ ആത്മാവും എല്ലാം ഈ പരിശുദ്ധാത്മാവാണെന്ന് എവിടെ പറഞ്ഞു? യെശയ്യാവ് 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്നുള്ള ഒരു 7 ആസ്പെക്ട്സ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു 7 ആസ്പെക്ട്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ ആത്മാവ്, 7 ആസ്പെക്ട്സ് നമ്മൾ യെശയ്യാവ് 11-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഇസ്രായേല് ഒരു മുദ്രവള്ളിയായിട്ട് കൊണ്ട് നട്ടു, അതിന് വേദി കെട്ടി നമ്മുടെ ജീവിതത്തിൽ അതൊരു പാഠമായിട്ട് എടുത്ത് ആരോഗ്യകരമായിട്ടുള്ളൊരു ഭയം, കർത്താവെ ഞാൻ വീണുപോയാൽ വീണു പോകാനുള്ളൊരു സാധ്യതയുള്ള അവസാനം ആദ്യത്തോളം പിടിച്ചു നിൽക്കുന്നവനാ രക്ഷിക്കപ്പെടുന്നേ, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന 24-ന്റെ 12-13 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടു. അപ്പൊ അതുപോലെയൊക്കെയുള്ള കർത്താവെ, അങ്ങനെയൊക്കെയുള്ള അവസാനം കാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിക്കുന്ന രംഗം നമ്മളവിടെ ലൂക്കോസ് 18-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെയുള്ള ആ ഒരു വിധവയുടെ വിശ്വാസം പോലെയുള്ള ഒരു വിശ്വാസമൊക്കെ അവസാന കാലത്ത് കാണുമോ, മനുഷ്യപുത്രം വരുമ്പോൾ കാണുമോ എന്ന് ചോദിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ആയിരിക്കും അവസാന കാലം, നമ്മൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളൊക്കെ അതുപോലുള്ള ഒരു കാലങ്ങളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരു വ്യാജ വിശ്വാസത്തിലേക്ക് അനേകര് തണുത്തു പോയിക്കൊണ്ടിരിക്കുന്ന, വ്യാജമായിട്ടുള്ള സ്നേഹത്തിലേക്കൊക്കെ അനേകർ തണുത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളും അതേ ജഡത്തിൽ തന്നെ ഉള്ളവര്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെയും വിശ്വാസവും സ്നേഹവും ഒക്കെ അങ്ങ് തണുത്തുറഞ്ഞു പോയി, നമ്മൾ കർത്താവിൽ അങ്ങ് വസിക്കാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നമ്മൾ തന്നെ അങ്ങ് വഞ്ചിച്ചു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് കർത്താവെ. അതുകൊണ്ട് എന്റെ ജീവിതത്തില് കർത്താവെ അവിടുത്തെ അങ്ങേ തന്നെ വസിക്കണം. അതാ നമ്മള് കർത്താവ് പറഞ്ഞു വരുന്നത്. എന്നെ വസിക്കാത്തവനാണ് ഇതിന് ഫലം കായ്ക്കാത്തവൻ. അല്ല, 2-ാമത്തെ വാക്യത്തില് ഫലം കായ്ക്കാത്ത കൊമ്പിനെ നീക്കി കളയുന്നു എന്ന് പറയുന്നു. 6-ാമത്തെ വാക്യത്തില് വസിക്കാത്ത കൊമ്പിനെ നീക്കി കളയുന്നു, വെട്ടിക്കളയുന്നു എന്ന്, പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങി പോകുന്നു, തീയില് ചേർത്ത് കൊള്ളുന്നു എന്നൊക്കെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. എന്നിട്ട് 3-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്,
ഈ രണ്ടാമത്തെ വാക്യത്തിൽ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തി വെടുപ്പാകുന്നു. അധികം ഫലം കായ്ക്കണം. ഇപ്പൊ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഞാൻ വലിയ മോശക്കാരനൊന്നും അല്ല, വലിയ മോശക്കാരത്തിയൊന്നും അല്ല, കുറച്ച് ഫലങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്നൊരു എന്താ പറയുക, ഒരു സ്വയ തൃപ്തി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ പറയുക, ഇത്രയും കാഴ്ചതൊന്നും പോരാ, അധികം ഫലം കായ്ക്കണം. അതിനുവേണ്ടി താൻ എന്ത് ചെയ്യുന്ന പറയുന്നേ, കർത്താവ് ചെത്തി വെടുപ്പാക്കും. കർത്താവിന്റെ കയ്യില് ഏത് വാളിനേക്കാളിലും മൂർച്ചയുള്ളതായിട്ടുള്ളൊരു ചെത്ത് കത്തിയുണ്ട്, വാളുണ്ട്, പിച്ചാത്തിയുണ്ട്. എന്താ അതാ ദൈവത്തിന്റെ വചനമാകുന്ന വാളിനെ കുറിച്ചൊക്കെ നമ്മൾ എബ്രായർ 4:12 എഫേസ്യർ 6:17 അത് ആത്മാവിന്റെ വാളാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മമനുഷ്യന് തന്നിരിക്കുന്ന ഒരു വാളാണ് ഈ ദൈവവചനമാകുന്ന വാള്. അപ്പൊ ആ ദൈവവചനം, കർത്താവിന്റെ വചനം പല സാഹചര്യങ്ങളിലും, പല പ്രതിസന്ധികളോ, പല രോഗാവസ്ഥകളായിരിക്കും, ചില ഞെരുക്കങ്ങളായിരിക്കും, ചില തിരുധാരണകള്, പല പല പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മള് പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില വ്യക്തികളുടെ പെരുമാറ്റമായിരിക്കും, ചില സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ എന്റെ മകനെ നീ അവിടെ ഒരു 0 ആയിട്ട് നിന്നെ താഴ്ത്തു എന്ന് പറയുന്ന കർത്താവിന്റെ വചനത്തിന്റെ ഒരു വാളുണ്ട്. അവിടെ നമ്മളല്ല എനിക്കിതൊന്നും പറ്റത്തില്ല, കർത്താവെ നീ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞ് നമ്മള് കർത്താവിന്റെ ആ വാളിൽ നിന്ന് കുതിരമാകുവാണെങ്കിൽ നമ്മള് കുറെ കഴിയുമ്പോൾ ഫലമൊന്നും കഴിക്കാതെ അവിടെ തന്നെ നിപ്പുണ്ട്, പക്ഷെ ഫലമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് നമ്മൾ ആ കർത്താവിന്റെ ആ വാളിന്റെ കീഴിൽ നിന്ന് താണു കൊടുക്കുവാണെങ്കിൽ അപ്പം വേദനയാണ്, ശരിയാണ്. നമ്മുടെ ജഡത്തെയാണ് കർത്താവ് കീറുന്നത്, നമ്മുടെ സ്വയത്തെ. ജഡമാകുന്ന തിരശ്ശീലേക്ക് കീറുമ്പോൾ അവിടെ ഒരു പെയിനുണ്ട്. നമ്മുടെ ഒരു ജഡത്തിന്റെ മരണം, ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ നിങ്ങൾ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും. റോമർ 8:13 നമ്മളത് വായിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള കത്തിയും കൊണ്ട് കർത്താവ് നമ്മുടെ ജഡത്തിന്റെ മേലെ വെട്ടുന്നത്. അപ്പൊ ആ സമയത്ത് കർത്താവ് ഞാൻ എന്നെ തന്നെ എപ്പോഴും അങ്ങ് താഴ്ത്തുവാൻ കർത്താവ് ഈ ഒരു ചിലപ്പം ചില അവസരങ്ങളിൽ നമുക്ക് പരാതിപ്പെടാനോ പെറുവെറുക്കാനോ, ചിലപ്പോൾ നമ്മളുടെ ഭാര്യയെ കുറിച്ചായിരിക്കും, ഭർത്താവിനെ കുറിച്ചായിരിക്കും, മക്കളെ കുറിച്ചായിരിക്കും, നമ്മുടെ മേലധികാരികളെ കുറിച്ചായിരിക്കും, നമ്മുടെ കൂട്ടുസൗകര്യങ്ങളെ കുറിച്ചായിരിക്കും, അയൽവക്കത്തെ കുറിച്ചായിരിക്കും, ചിലപ്പം നമ്മളുടെ പരിചയക്കാരെ കുറിച്ചോ ബന്ധുക്കളെ കുറിച്ചോ ഒക്കെ നമുക്ക് പലരെ കുറിച്ചോ അവരെന്നാലും എന്നോട് അങ്ങനെ പെരുമാറിയിട്ട് വന്നാലും അവരെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെയുള്ള പല പല കയ്പിന്റെ ചിന്തകളും പല നികളത്തിന്റെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചില സ്വയം പ്രശംസകൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നീ എല്ലാ മഹത്വം കർത്താവിനെ കൊടുക്കുക, ഇങ്ങനെ തന്നെ താഴ്ത്തുക. ഞാൻ അറിയാതെ അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കർത്താവിന്റെ ആ ഒരു കാഹളസ്വരം കേട്ട്, കാഹളധ്വനി പോലുള്ള കർത്താവിന്റെ ആത്മാവിന്റെ സ്വരം കേട്ട് നമ്മൾ അവിടെ അങ്ങ് ആ കർത്താവിന്റെ ആ കത്തിക്ക് കീഴടങ്ങുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ ഈ കൊമ്പൊക്കെ ചെത്തി കളയുമ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വരുമ്പോൾ എല്ലാ സെൽസും കൂടെ വന്ന് അതിനെ കവറപ്പ് ചെയ്യാൻ നോക്കുന്നത് പോലെ അവിടെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ പ്ലഗ് ഒക്കെ ഉണ്ടാക്കി രക്തമൊക്കെ കട്ട പിടിക്കാനായിട്ട്, പിന്നെ ബാക്കി വൈറ്റ് ബ്ലഡ് സെൽസ്, സ്വേദ രക്താണുക്കളൊക്കെ വന്ന് ഡിഫൻസ് മെക്കാനിസം ഒക്കെ ആയിട്ട് ഇൻഫെക്ഷൻ ഒന്നും ആവാതെ ആ ശരീരത്തിന്റെ മുറിവിനെ പ്രതിരോധിക്കുന്നത് പോലെ നമ്മളില് ഈ ജഡത്തിലൊരു മുറിവുണ്ടാകുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അധികമായിട്ട് അവിടേക്ക് വരും. നമ്മൾ ആ മുറിയുന്നിടത്ത കൂടുതലൊന്ന് വെച്ച് കെട്ടാനുള്ള കർത്താവ്, ഗിലെയാദിൻ വചനമായിട്ടുള്ള കർത്താവ് നമ്മളെ ആ മുറിവുകളൊക്കെ വെച്ച് കെട്ടുമ്പോൾ അവിടെ പിന്നെ ഫലത്തോടെ ഫലം കഴിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ നമുക്കറിയാം ഈ ഓരോന്നൊക്കെ ചെത്തി നിർത്തുമ്പോ എന്താ പറയുന്നത്, അല്ലെ ഇപ്പൊ തന്നെ ആ പച്ചച്ചീര അതൊന്ന് വെട്ടിക്കളഞ്ഞാൽ നന്നായിട്ട് കിളിച്ചു വരുമെന്ന്, മുട്ടയിട്ട് കിളിച്ചു വരുമെന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇവിടെ നമ്മുടെ സൗകര്യമാരെ ഉപദേശിച്ചു എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും അതൊക്കെ ഒന്ന് വെട്ടിക്കളയുമ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് അവിടെ ആ പ്ലാന്റിന്റെ എല്ലാ ഫോക്കസും കൂടെ ആ മുറിവിനെ ഒന്ന് ഹീൽ ചെയ്യിപ്പിച്ച് അവിടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നേച്ചറിൽ പ്രകൃതി തന്നെ ദൈവം വെച്ചിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന വണ്ണം ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മളിലുമാണെങ്കിൽ ആ ഒരു കാര്യം നമ്മളിൽ അവിടെ ഒരു കർത്താവിന്റെ ഒരു അടി ഏൽക്കുമ്പം ആ അടിക്ക് നമ്മൾ കീഴ്പ്പെട്ട് ശരിയാണ് കർത്താവ് നമ്മളെ നുറുക്കാനായിട്ട് ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികളൊക്കെ അനുവദിക്കുമ്പോൾ അവിടെ കർത്താവ് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അവിടെ ആ ചെത്തി വെടുപ്പാക്കുന്ന കത്തിയിൽ നമ്മളങ്ങ് ആ വചനത്തിനങ്ങ് കീഴടങ്ങുമ്പോൾ ഒരു ക്രോസായി. എന്റെ ഇഷ്ടമുണ്ട്, കർത്താവിന്റെ ഇഷ്ടമുണ്ട്. കർത്താവിന്റെ ഇഷ്ടമാണ് കർത്താവിന്റെ വചനം, അതാണ് വാള്. അപ്പൊ എന്റെ ഇഷ്ടം കർത്താവിന്റെ ഇഷ്ടത്തിന് വിധേയമായിട്ട് മുമ്പ് അവിടെ ഒരു ക്രൂസിൽ മരണമുണ്ട്. അവിടെ ആ ക്രൂസിന്റെ മരണത്തിലാണ് എന്തുള്ളത്, പരിശുദ്ധാത്മാവ്. അതാ ഇപ്പം ആദ്യം സുജ പറഞ്ഞ 2 കൊരിന്ത്യർ 4:12 നമ്മൾ എന്താ വായിച്ചേ, എന്നിൽ മരണവും നിങ്ങളിൽ ജീവനും എന്നുള്ളൊരു കാര്യം അവിടെ പൗലോസ് പറയുന്നൊരു കാര്യം നമുക്കറിയാം. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു മരണം ഉണ്ടാവുമ്പോൾ, നമ്മളുടെ സ്വയത്തിൽ ഒരു മരണം ഉണ്ടാവുമ്പോൾ പരിശുദ്ധാത്മ അധികമായിട്ട് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ്
അത് കവിഞ്ഞൊഴുകിയ ഒരു ജീവനായിട്ട്, മറ്റുള്ളവർക്ക് ഒരു ജീവനായിട്ട് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം, ഉത്സാഹവും, മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസും, മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹവും ഒക്കെ ആവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് നമ്മളുടെ പ്രവൃത്തികൾ കാരണം അവർക്കൊരു ആശ്വാസവും തണലും അവർക്കൊരു സഹായവും ഒക്കെ ആവാൻ തക്കവണ്ണം നമ്മളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും മറ്റുള്ളവർക്കൊരു തണുപ്പ് നൽകുന്ന തരത്തിലേക്ക് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നത്. നമുക്ക് ആ വാക്യം അറിയാറുണ്ട് 2 ഡെത്ത് വർക്ക്സ് ഇൻ അസ് ബട്ട് ലൈഫ് ഇൻ യു. നമ്മളുടെ ഡെത്ത്, നമ്മളുടെ മരണം നടക്കും, നമ്മുടെ സ്വയത്തില് ഒരു മരണം നടക്കുന്ന ഈ ക്രൂശിന്റെ ചെത്തി വെടിപ്പാക്കുന്ന കത്തിക്ക് പ്രൂണിങ് നൈഫില് നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഈ മുറിവ് വെച്ച് കെട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അധികമായിട്ട് കർത്താവ് അധികമായിട്ട് അത് നമ്മള് ഇങ്ങനെ ഈ ചെത്തി വെടിപ്പാക്കുന്ന കത്തിക്ക് കീഴ്പ്പെടുന്നവർക്ക് എന്നുള്ള തമിഴാണ്. ഞാൻ തമിഴ്നാട് വിട്ടു വന്നിട്ടൊക്കെ തമിഴ് എന്നെ വിട്ടു പോയിട്ടുള്ള ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ സദൃശവാക്യത്തില് 1-ാം അധ്യായത്തിന്റെ ആ വാക്യം, 1-ാം അധ്യായത്തില് ഈ ചെത്തി വെടിപ്പാക്കുന്ന കത്തി പ്രൂണിങ് നൈഫിന് കീഴ്പ്പെടുമ്പോ എന്താ അവിടെ പറ്റുന്നേ? അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. സദൃശവാക്യം 1-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തില് എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. കർത്താവിന്റെ പ്രൂണിങ് നൈഫിന്റെ കാര്യം പറയുന്നത്. എന്റെ ശാസന, കർത്താവ് സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ആ വാക്യം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടല്ലോ. വെളിപ്പാട് 3:19 പിന്നെ എബ്രായർ 12 ഒക്കെ നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ശാസിക്കുന്നത്. കർത്താവിന്റെ ശാസന, ചില തിരുത്തലുകള്, ചില അങ്ങനെയൊക്കെയുള്ള ചില നമുക്ക് സ്വതവേ ഇഷ്ടമല്ലോ, എന്തിനാ എന്നെ ഈ സാഹചര്യത്തിലൂടെ കടത്തി വിടുന്നത്, എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ അവിടെ ടേൺ ടു മൈ റൂഫ്, നമ്മള് കർത്താവിനെ അവിടെ ടേൺ ചെയ്ത് നമ്മള് ടേൺ അവേ ചെയ്ത് നമ്മൾ നമ്മുടെ സ്വയത്തിന്റെ വഴിയോ സ്വന്തം വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ കർത്താവ് പിന്നെ നമ്മളെ നിർബന്ധിക്കത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളങ്ങ് കർത്താവ് അങ്ങ് വിടും. പക്ഷെ നമ്മളവിടെ കർത്താവിന്റെ ആ ശാസനയ്ക്ക് നമ്മള് തിരിഞ്ഞുകൊള്ളുമ്പം തിരിഞ്ഞുകൊള്ളുമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൊച്ചുങ്ങളെ എണ്ണ തേക്കാൻ വിളിക്കുമ്പോൾ തലയെ അങ്ങ് മാറ്റി കൊടുക്കും അല്ലേ? പക്ഷെ തിരിഞ്ഞ് ഒരു നിർണ്ണയം കൊടുത്താലേ നന്നായിട്ട് എണ്ണ തേക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശാസന എണ്ണയാന്ന് പറയുന്ന സങ്കീർത്തനത്തിൽ ഒരു വാക്യം പെട്ടെന്ന് പോവാം. ഇവിടെ എന്താ വായിക്കുന്നേ? എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് കുഴിച്ചു തരും. അവിടെ ശരിക്കും പറഞ്ഞ മനസ്സെന്നുള്ള ട്രാൻസ്ലേഷൻ തെറ്റാ. ബിഫോർ ഐ വിൽ pour out my spirit on you. അല്ലെങ്കിൽ റുഹ, പരിശുദ്ധ റുഹ എന്ന് നമ്മള് കേട്ടിട്ടുണ്ടായിരിക്കും. സമ്പ്രദായ സഭകളിലൊക്കെ പരിശുദ്ധ റുഹ എന്നാണല്ലോ പറയുന്നത്. ആ റുഹ എന്നുള്ള എബ്രായ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ മനസ്സെന്നുള്ള തെറ്റായ ട്രാൻസ്ലേഷൻ എന്റെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് കുഴിച്ചു തരും എന്നാ കർത്താവ് പറയുന്നത്. അതായത് നമ്മുടെ കർത്താവിന്റെ ശാസനയ്ക്ക് തിരിഞ്ഞു പ്രൂണിങ് നൈഫിന് കീഴ്പ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആ മൂർഖത്തിലാണ്. യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ അഗ്നിയുണ്ട്, വ്യാജ അഗ്നിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ അഗ്നിയും വ്യാജ അഗ്നിയപ്പോ ആരോ അതിന്റെ താഴെ കമന്റ് ചെയ്ത് ഞാൻ പിന്നെ കമന്റ് റിമൂവ് ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ വ്യാജ അഗ്നിയൊന്നും ഇല്ല, പരിശുദ്ധാത്മ യഥാർത്ഥ അഗ്നി മാത്രമേ ഉണ്ടായിരുന്നു. സൗരങ്ങളെ ആരെങ്കിലും ആയിരിക്കും. ഇപ്പൊ പലർക്കത് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എന്നാൽ എന്താണ് പറഞ്ഞേ, ഒരു ക്രൂസ് ഇല്ലാതെ ഉള്ള ഒരു ആത്മാവിന്റെ പ്രകടനങ്ങൾ, അതായത് ഒരു സ്വയത്തിന്റെ ഒരു സമർപ്പണം ഇല്ലാതെ പരിശുദ്ധാത്മാവ് വരുന്നു, ഓടുന്നു, ചാടുന്നു, എല്ലാവരും വീഴുന്നു, കുരയ്ക്കുന്നു, ഉരുളുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാജറേഷൻ ആയിട്ട് തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവിൽ അവര് കുരയ്ക്കും ഉരുളും ഒക്കെ ചെയ്യുന്നു. ഹോളി ബാർക്കിംഗ്, ഹോളി വോമിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ ഇതുപോലൊക്കെയുള്ള ഇങ്ങനെയുള്ള സ്വയത്തിന്റെ ഒരു സമർപ്പണമില്ല. എന്നാൽ അവർക്ക് എന്തൊക്കെയോ പല അനുഭൂതികൾക്കായിട്ട് പോകുന്നൊരു കാര്യം. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ എവിടെ ഒഴിച്ചു തരുന്നേ? അവിടെ കർത്താവിന്റെ വചനത്തിന്, കർത്താവിന്റെ ശാസനയ്ക്ക്, കർത്താവിന്റെ സ്നേഹത്തിന്റെ വചനമായിരിക്കാം, കാർഡ്യത്തിന്റെ വചനമായിരിക്കാം, ആ വചനത്തിന് നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോഴാ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഞാൻ പൊഴിച്ചു തരും. ആത്മാവിനെ പൊഴിച്ചു തരുമ്പോൾ എന്ത് പറ്റും? എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഐ വിൽ മേക്ക് മൈ വേർഡ്സ് നോൺ ടു യു. നമുക്ക് കർത്താവിന്റെ വചനം വെറും ഒരു അക്ഷരമായിരിക്കത്തില്ല, മറിച്ച് അതൊരു അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3:6 വാക്യം. നമുക്കതൊരു ദേഹിയുടെ അറിവായിട്ട് നിൽക്കാതെ അത് ആത്മാവിലുള്ള ഒരു അറിവായിട്ട്, ആത്മാവിന്റെ ആത്മമണവാളനായ കർത്താവിനെ അറിയുന്ന ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വചനമായിട്ട് ഐ വിൽ മേക്ക് മൈ വേർഡ്സ് നോൺ ടു യു എന്നുള്ള ഒരു കാര്യം. അതാ പ്രൂണിങ് നൈഫിനെ നമ്മൾ കീഴടങ്ങുമ്പോൾ നമ്മുടെ നമ്മുടെ സങ്കീർത്തനത്തില് ഈ ശാസിക്കുന്നത് നീതിമാൻ എന്നെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണയാകുന്നു എന്ന സങ്കീർത്തനം 140 ആണെന്ന് തോന്നുക, 141 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തില് നീതിമാൻ കർത്താവിനെ നമ്മൾ ശാസിക്കുന്ന കർത്താവിന്റെ റൈച്ചസ്. നമ്മുടെ മുതിർന്ന സഹോദരങ്ങളൊക്കെ നീതിമാനായിട്ട് എന്നെ അടിക്കുന്നത് ദയയാണ്. റൈച്ചസ് മൈറ്റ് മീ ഇൻ കൈൻഡ്നസ്
and reprove me. അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, കർത്താവിന്റെ ശാസന തലയ്ക്ക് എണ്ണ, നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ ഒരു അനോയിന്റിങ് ഓയിലായിട്ട് കർത്താവിന്റെ ശാസന, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ്. ലെറ്റ് നോട്ട് മൈ ഹെഡ് റിഫ്യൂസ് ഇറ്റ്. നമ്മൾ തല തിരിയണമെന്ന് നമ്മളിപ്പം സദൃശവാക്യം 1:23 കണ്ടതുപോലെ 141 5-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ തിരിച്ച് നമ്മൾ യോഹന്നാൻ 15 വരുമ്പോൾ അധികം ഫലം കായ്ക്കേണ്ടതിന്, ശരിയായി നടന്ന് ഫലമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു എന്ന കർത്താവിന് അതിലൊന്നും തൃപ്തിയില്ല. എന്റെ മകന് എന്റെ മോള് അധികമായിട്ട് ഫലം കായ്ക്കണം. അതുകൊണ്ട് ചിലപ്പം ചില കണ്ണിലെ ചില പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ചില രോഗാവസ്ഥകളായിരിക്കും, ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, ചില വീഴ്ചകളോ താഴ്ചകളോ ഒക്കെ ആയിരിക്കും. അധികം ഫലം കായ്ക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ ഒരു പ്രൂണിംഗ് നൈഫ്, അത് നമ്മൾ യോഹന്നാൻ 15:2 he prunes it so that it may bear more fruit. അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയും, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിമിത്തം ഈ പ്രൂണിംഗ് നൈഫ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ പ്രൂണിംഗ് നൈഫ് ചെത്തി വെടിപ്പാക്കുന്ന കാര്യമൊക്കെ കർത്താവിന്റെ ഒരു ശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശിഷ്യന്മാർ ആകപ്പാട് കീഴടങ്ങി കൊടുത്ത വചനത്തിന്. അപ്പൊ പറഞ്ഞ് നിങ്ങളെ ഇപ്പൊ ഞാൻ ചെത്തി വെടിപ്പാക്കി നിങ്ങൾ ശുദ്ധമായി. അതാ പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആ ശുദ്ധിയുള്ളവരായിരിക്കുന്നു, ആ ക്ലീൻ, യു ആർ ഓൾറെഡി ക്ലീൻ എന്നുള്ള ആ വാക്ക് കതറോസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. അപ്പൊ അവിടെ ആ ക്ലീൻ, പ്യോർ, പ്യൂരിഫൈഡ് ബൈ ഫയർ, അത് കഴിഞ്ഞിട്ട് ആ സ്ട്രോങ്സ് ഡിക്ഷണറിയിലെ ഗ്രീക്കിലെ സ്ട്രോങ്സ് ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്ന ലൈക്ക് എ വൈൻ ക്ലെൻസ്ഡ് ബൈ പ്രൂണിംഗ് സോ ഫിറ്റഡ് ടു ബെയർ ഫ്രൂട്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മള് മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതായത് ശുദ്ധിയുള്ളവർ എന്നുള്ളത് ഈ കതറോസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ കതറോസ് എന്നുള്ള വാക്കിന് ഞാൻ പലപ്പോഴും പണ്ട് ഞാൻ ഈ 3-ാമത്തെ വാക്ക് ഇതിന്റെ ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കർത്താവ് എന്ന് പറയുന്നത് ഈ വൈൻ മുന്തിരിവള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വസിക്കുന്ന കാര്യമൊക്കെ പറയാൻ ഇടയ്ക്ക് എന്തോ ശുദ്ധിയുള്ളവരാകും, ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് മാതിരി ഉള്ളൊരു പദം മാതിരി എനിക്ക് പണ്ട് തോന്നിയില്ല ശരിക്കും. പക്ഷെ പിന്നീട് അതിന്റെ ആ ആഴത്തിലുള്ള അർത്ഥം വരുമ്പോഴേ ശരിക്കും അത് വളരെ സന്ദർഭോചിതമായിട്ട് കർത്താവ് പറഞ്ഞതാ. ഒരു പ്രൂണിംഗ് നൈഫ് ആകുന്ന വചനം, ആ വചനം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ആയിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൂൺ ചെയ്ത് വെടുപ്പാക്കിയിരിക്കുന്നു. ആ കതറോസ് എന്നുള്ള വാക്കിന് നമ്മുടെ ഒരു ചെടിയൊക്കെ പ്രൂൺ ചെയ്ത് അതിനെ ചെത്ത് വെടിപ്പാക്കി നല്ല ക്ലീൻ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയില് സോ ഫിറ്റഡ്, ഇപ്പം ആ ഫലം കഴിക്കാനായിട്ട് ഇനി കഴിക്കാനായിട്ട് റെഡി ആയിട്ട് പ്രൂൺഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ആ കതറോസ് എന്നുള്ളൊരു ഗ്രീക്ക് ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ അധികം ഫലം കായ്ക്കാനായിട്ട് കർത്താവ് നമ്മളെ ചെത്തി വെടുപ്പാക്കുന്നു. ഇപ്പൊ സംസാരിച്ച വചനം നിമിത്തം കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും അതിന്റെ വലിയ വലിയ ആഴങ്ങളൊന്നും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം ഇപ്പൊ നമുക്കുണ്ട്. ഇത് കുറച്ച് നാളിന് മുമ്പ് ഇത് കേട്ട അപ്പോസ്തലന്മാർ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് അത്ര ആഴമൊന്നും അന്ന് അവർക്ക് മനസ്സിലായില്ല. കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിലും ആ ഇന്റലക്ച്വൽ എന്തൊക്കെ മനസ്സിലായി എന്നുള്ളതല്ല, മറിച്ച് അവർ ആ വചനത്തിന് കീഴടങ്ങി കൊടുത്തു. അതുകൊണ്ട് പലപ്പോഴും നമ്മള് കഴിഞ്ഞാഴ്ചകളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം ചിലപ്പോൾ എല്ലാം അതുപോലെ അതിന്റെ ആഴത്തിലൊന്നും നമുക്ക് ആരും മനസ്സിലാവത്തില്ലായിരിക്കും. സാരമില്ല, പൗലോസ് പറഞ്ഞ പലതും പത്രോസിന് മനസ്സിലായില്ല എന്ന് പത്രോസ് തന്നെ പറയുന്നുണ്ട്. അവിടെ 2 പത്രോസ് 15. പക്ഷേ അതുകൊണ്ട് പത്രോസിനായിട്ട് കുറവുണ്ടായിരുന്നു. നമ്മൾ ആ മനസ്സിലാക്കുന്നതല്ല, അത് ആ വചനത്തിനങ്ങ് കർത്താവേ അവിടുന്ന് പറഞ്ഞ വചനമാണ്, എനിക്കെല്ലാം അതിന്റെ നൂലമലകളൊന്നും അറിയത്തില്ല. ചില വചനത്തിന്റെ വലിയ കറക്റ്റ് ഇന്റർപ്രിട്ടേഷനോ വലിയ വലിയ കാര്യങ്ങളോ അതിന്റെ ആഴത്തിലുള്ള വലിയ വലിയ അർത്ഥങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എങ്കിലും കർത്താവെ അറിയുന്ന കാര്യത്തിനോട് ഞാൻ അങ്ങ് കീഴടങ്ങുന്നു കർത്താവെ. അങ്ങനെ ആകുമ്പോൾ ആ വചനം നമ്മളെ ശുദ്ധീകരിക്കും. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അവിടെ കർത്താവിന് ഞാൻ വസിക്കണം, എന്നാലേ കർത്താവിന് എന്നിൽ വസിക്കാനും. കർത്താവ് എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും ഞാൻ ആ കർത്താവ് എന്നിൽ വസിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു പണ്ടൊക്കെ ഞാൻ കൂടുതൽ ആ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ കർത്താവിന് വസിക്കുവാണെങ്കിൽ കർത്താവ് എന്നിൽ വസിക്കും എന്നുള്ളൊരു പ്രോമിസ് ഉണ്ട്. അവിടെ ഒരു പ്രോമിസ് കമാൻഡ്മെന്റോട് നിർത്തുന്നില്ല. എബൈഡ് ഇൻ മീ, എന്നെ വസിച്ചോണം എന്ന് പറഞ്ഞ കർത്താവ് അവിടെ നിർത്തുന്നില്ല. ആൻഡ് ഐ വിൽ എബൈഡ് ഇൻ യു. അവിടെ ഒരു പ്രോമിസും കൂടെ ചേർത്തുള്ളൊരു വാഗ്ദത്തത്തോട് കൂടിയുള്ള ഒരു കൽപ്പനയാണ്. ആ വാഗ്ദത്തം എന്ന് പറഞ്ഞില്ല, കർത്താവ് എന്നിൽ വസിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നിൽ ചിന്തിക്കും, കർത്താവ് എന്നിലൂടെ കാണും, കർത്താവ് എന്നിലൂടെ സംസാരിക്കും, കർത്താവ് എന്നിലൂടെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കും. ഞാനിപ്പോ അടുക്കളപ്പണി സൗകര്യമാരൊക്കെ അടുക്കളയിൽ ചെയ്യും, കർത്താവ് എന്നിലൂടെ വസിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മള് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ചെയ്യുവാണെങ്കിൽ കർത്താവ് അതിന് നമ്മളെ സഹായിക്കും. നമ്മളെ ജോലിയിലോ ഓഫീസില് ഫാക്ടറിയിലോ ഹോസ്പിറ്റലിലോ ഓഫീസിലോ IT ഫീൽഡിലോ
നമ്മളല്ലാതെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കർത്താവ് നമ്മളിൽ അബൈഡ് ചെയ്തുകൊണ്ട് കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് പഠിക്കും. പക്ഷെ അങ്ങനെ കർത്താവ് നമ്മൾ വസിക്കണമെങ്കിൽ അതാ കർത്താവിൽ ഇനി വസിക്കുന്നു അല്ലെങ്കിൽ കർത്താവിൽ ജീവിക്കുന്നു. ആ മെനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം, മെനോ എന്ന് പറഞ്ഞാൽ റിമെയിൻ, കണ്ടിന്യൂ ടു ലിവ്, അബൈഡ്, വസിക്കുക, തുടർമാനമായിട്ട് വസിക്കുക എന്നുള്ളൊരു അർത്ഥം. അപ്പം കർത്താവ് എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ കർത്താവിൽ വസിക്കണം. കർത്താവിനിൽ വസിക്കുന്ന പറഞ്ഞാൽ കർത്താവിനെ ജീവിക്കണം. ഞാനല്ല ജീവിക്കുന്ന ക്രിസ്തുവിൽ ജീവിക്കുന്നത് ഗലാത്യർ 2:20 പൗലോസ് പറയുമ്പോൾ പൗലോസ് അതേ കാര്യം തന്നെ പറയുന്നത്. കർത്താവാണ് ഇതിൽ വസിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാനല്ല ജീവിക്കുന്നത്, ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രൂശുള്ളിടത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിൽ വസിക്കാൻ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ തന്നെ വസിക്കുമെന്ന് പറയാം. അല്ലെങ്കിൽ എന്തോ നമ്മുടെ ജഡത്തിൽ നിന്നുള്ളൊരു ജീവിതം, നമ്മുടെ വചനത്തിന് 2 ടൈപ്പിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ കാണുന്നത്. ജഡപ്രകാരം എന്ന് പറയുമ്പോൾ സ്വയത്തിൽ നിന്നുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ ആത്മാവിൽ നിന്നുള്ളൊരു ജീവിതം. അപ്പൊ ആത്മാവിൽ നിന്നുള്ളൊരു ജീവിതമാണ് യേശുവിൽ വസിച്ചിട്ടുള്ള ജീവിതം. മറ്റേ സ്വയത്തിൽ നിന്നുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ എന്റെ ഇഷ്ടം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചിന്തിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറയുന്നു, പ്രവർത്തിക്കുന്നു, അങ്ങനെ. പക്ഷെ ഞാൻ അവിടെ കാണരുന്ന കർത്താവേ, അവിടുത്തെ പ്രേരണയ്ക്ക് അനുസരിച്ച്, അവിടുന്ന് ആത്മാവിൽ എനിക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ച്, ആത്മാവിന്റെ ചിന്തയും ജീവനും സമാധാനവും എന്നാണ് നമ്മൾ റോമർ 8:6 വായിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിൽ തരുന്ന ആ ഒരു സമാധാനവും ജീവന്റെയും ഒഴുക്കിനനുസരിച്ച് കർത്താവേ എനിക്ക് അതിനനുസരിച്ച് പോകണം. അവിടെ അങ്ങയിൽ നിന്ന് എനിക്ക് ജീവിക്കണം. ഞാൻ എന്നിൽ നിന്ന് തന്നെ ജീവിക്കാനല്ല, അങ്ങ് മൂലം എനിക്ക് ജീവിക്കണം. കർത്താവ് പരിശുദ്ധാത്മാവ് വരുമ്പോ നിങ്ങൾ എന്നെ കാണും. ഈ 14-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യമൊക്കെ നമ്മൾ ആഴ്ചകൾ മുമ്പേ നമ്മൾ വായിച്ചിട്ടുണ്ട്. 14:19 എന്താ വായിക്കുന്നേ? കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നിങ്ങൾ സ്വയമായിട്ട് ഞാൻ ജീവിക്കുമല്ല, ഞാൻ ജീവിക്കുന്നതുകൊണ്ട്. കർത്താവ് ഇതേ കാര്യം തന്നെ കർത്താവ് അവിടെ യോഹന്നാൻ 6:56-57 പറയുന്നുണ്ട്. പിതാവിൻ മൂലമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇഷ്ടപ്രകാരമുള്ള അങ്ങ് വസിക്കുകയല്ല, മറിച്ച് എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞൊരു തിരശ്ശീലയാ, ജഡമാകുന്ന തിരശ്ശീല, ഞാൻ അതിനെ കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവ് എന്നിൽ, എന്റെ ആത്മാവിലേക്ക്, എന്റെ അതിപരിശുദ്ധ സ്ഥലമാകുന്ന ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ എന്നിലെ കർത്താവ് എവിടെ ഉള്ള? എന്റെ ദേഹത്തിലോ ദേഹിയിലോ അല്ല, കർത്താവിന്റെ ആത്മാവിലാ ഉള്ള. ആത്മാവിലെ പരിശുദ്ധാത്മാവുള്ള അവിടെ ഞാൻ വസിക്കട്ടെ. ആത്മാവിന്റെ തലത്തിലാണ് ഞാൻ വസിക്കട്ടെ എന്ന് പറഞ്ഞാല് ഞാന് എന്റെ ആ സ്വന്തം ഇഷ്ടത്തെ അവിടെ ആ കുറിച്ചാകുന്ന ആ ഒരു സുവർണ്ണ ആൾക്കാരമേൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞ് ആത്മാവിന്റെ തലത്തില് ആത്മാവിന്റെ തലത്തിൽ എന്ന് പറയുമ്പോൾ സ്വർഗസിംഹാസനത്തിലെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ സ്വർഗത്തിലെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണെന്നൊക്കെ എഫീസർ 2:6-7 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മാർബോട് ചാരി കർത്താവിനെ വസിക്കുക. അതായത് ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ പറഞ്ഞാൽ അത്രമാത്രം അത് പുറമേ ഉള്ളൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന രീതിയിൽ എന്താ കെട്ടിവെച്ചേക്കുന്ന ഒരു ബന്ധമല്ല കൊമ്പും മുന്തിരിവള്ളിയിൽ. അതിന് അകമേയുള്ളൊരു ആഴത്തിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പോലെ നമ്മളെ കർത്താവ് എന്റെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടം നമ്മളതിനെ സപ്പോർട്ട് വരുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ് നമ്മള് അവിടെ കർത്താവിനെ വസിക്കുന്നു. കർത്താവിനോട് ചേർന്ന് മുന്തിരിവള്ളിയിലൂടെ ഒട്ടുമിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനെ മാർബോട് ചാരിയിരിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറഞ്ഞു കവിഞ്ഞ് ആ പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ ആത്മാവ് നമ്മളിലൂടെ ജീവിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. യേശു നമ്മളിലൂടെ ചിന്തിക്കാൻ തുടങ്ങുന്നു. യേശു നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ ഒരു നോട്ടം, കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു നോട്ടം, കർത്താവിന് ചിലപ്പോൾ കാർക്കശ്യത്തോടെ ചിലപ്പോൾ നമ്മുടെ കൊച്ചുങ്ങളോടൊക്കെ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നോക്കേണ്ടി വരും. പത്രോസിനോട് കർത്താവ് കമ്പാഷനോട് കൂടിയാണ് നോക്കിയത്. പത്രോസ് തള്ളി പറഞ്ഞിട്ട് ഇത് ചില സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിക്കാണും എന്ന് പറയുന്നതുപോലെ കർത്താവ് നമ്മളിലൂടെ ജീവിക്കുമ്പോൾ കർത്താവ് നോക്കുന്ന പോലെ നോക്കാന്, കർത്താവ് കാര്യങ്ങളെ കാണാന്, കർത്താവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാന് നമ്മളാരും അതിൽ പൂർണ്ണരായിരുന്നില്ല. എന്നാൽ എത്ര അധികം ആഴത്തിൽ നമ്മൾ കർത്താവിൽ വസിക്കാൻ നമുക്ക് സാധിക്കുന്നു, അത്രയധികം കർത്താവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങുക. അങ്ങനെ ആവുമ്പോൾ അതുകൂടെ വായിച്ചാണെങ്കിൽ ദൈവം 15-ന്റെ 4-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? എന്നിൽ വസിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയത്തില്ല. നിങ്ങൾ എന്നില്ലെങ്കിൽ വസിക്കണം. അതേ കാര്യത്തിന് കർത്താവ് 5-ാമത്തെ വാക്യത്തിൽ ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളും ആകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, കർത്താവിന് നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളിലും വസിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് കവിഞ്ഞ വഴി ഒഴുകുമ്പോൾ നമ്മളുടെ ആത്മാവിൽ നിന്ന് ദേഹിയിലേക്കും ദേഹത്തിലോട്ടും
എന്ന് പറഞ്ഞാൽ ദൈവത്തിലോട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ എന്ത് കാണുന്നു, എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലെല്ലാം അങ്ങനെ ഞാൻ അവനിൽ ഞാൻ നമ്മുടെ 5-ാമത്തെ വാക്യത്തില് ഞാൻ അവനിലും ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പൊ അധികം ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മോർ ഇവിടെ ഒരു അധികം ഫലം, പിന്നെന്താ വളരെ ഫലം, വീണ്ടും വീണ്ടും ഒരു ചെത്തി വെടിപ്പാക്കുന്ന കത്തിക്ക് നമ്മൾ ഇരയായിക്കൊണ്ടേയിരുന്ന എന്താ അധികമായിട്ട് വളരെ വളരെ ഫലം കായ്ക്കും. അത് കഴിഞ്ഞിട്ട് പറയൂ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് അറിയാം, വാക്യം നമ്മളിപ്പോഴും പറയുന്ന വാക്യം നമുക്ക് പറയാൻ എളുപ്പം എന്ന അതുപോലെ ഒരു ആത്മീയ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ തിരിഞ്ഞ് നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അത് ദൈവത്തെ സംബന്ധിച്ചുള്ള അത് കൗണ്ട് ചെയ്യുന്നതേ ഇല്ല. ഇക്കാണത്തെ പെർസ്പെക്റ്റീവിൽ അതെല്ലാം പുല്ലും മരവും വൈക്കോലുമായിട്ട് എണ്ണപ്പെടുത്തിയുള്ളതും കർത്താവിനെ പിരിഞ്ഞ് ചെയ്യുന്നതെല്ലാം വട്ടപ്പൂജ്യമാണ്. എന്നാൽ നമ്മളൊരു വട്ടപ്പൂജ്യമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളിൽ വസിച്ച പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുകളുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അധികം ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും. പിന്നെ 8-ാമത്തെ വാക്യത്തിൽ വളരെ ഫലം കായ്ക്കുവാണെങ്കിൽ എന്താ പിതാവിനെ മുഖത്ത് കൊടുത്ത് അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ വളരെ ഫലം എന്നുള്ളത് പോലെ തന്നെ ആ നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിനെ കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അങ്ങനെ അധികം ഫലവും വളരെ ഫലവും നിലനിൽക്കുന്ന ഫലം, ഫ്രൂട്ട് ദാറ്റ് വിൽ റിമെയിൻ, ആ ഒരു ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിലൂടെ ദൈവത്തിന്റെ നാമത്തിനായിട്ടുള്ള റോമർ 11:36 വായിക്കുന്നത് ദൈവത്തിൽ നിന്ന് ദൈവത്തിലൂടെ ദൈവത്തിലേക്കുള്ള കാര്യങ്ങളായി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ നിലനിൽക്കുന്ന ഒരു ഫലം കായ്ക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അതിനായിട്ട് കർത്താവിൽ വസിക്കാനായിട്ട് മണവാളനായ കർത്താവിന്റെ മാതൃചാരി എപ്പോഴും കർത്താവ് ഞാൻ എന്റെ ആ സ്വയത്തിൽ അങ്ങ് ചാരാതെ മണവാളിനെ ചാരി വരുന്നു, മരുഭൂമിയിലെ മണവാളിനെ ചാരി വരുന്ന മണവാട്ടിയെ കുറിച്ച് 8:5 നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കർത്താവിനെ അങ്ങ് ചാരി വരുമ്പോൾ കർത്താവ് നമ്മൾ അധികമായിട്ട് ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് ഫലം കായ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ ഫലം. പിന്നെ ശുശ്രൂഷയുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ സഭയിലുള്ളവർക്ക്, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർക്ക്, നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കൊക്കെ അനുഗ്രഹമാകും. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു ഫലം, മറ്റുള്ളവരെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കാൻ, ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ, രക്ഷിക്കപ്പെട്ടവരെ ചിലരെ വചനത്തിൽ ഉറപ്പിക്കാനും ഉള്ള നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ഫലം. അത് കർത്താവിന്റെ കണ്ണിൽ വിലയുള്ളതായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുക ചെറിയൊരു ഫംഗ്ഷൻ ആയിരിക്കും. കർത്താവിന്റെ ശരീരഭാഗം സഭയിൽ ചെറിയൊരു കാര്യമായിരിക്കും. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യം, ആ ശുശ്രൂഷയുടെ ഒരു ഫലം കഴിക്കാൻ നമ്മുടെ ജീവിതത്തിന് ഫലം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷയുടെ ഫലം ഉണ്ടാവും. അങ്ങനെ അധികം ഫലവും വളരെ ഫലവും നിലനിൽക്കുന്ന ഫലമൊക്കെ കായ്ക്കാൻ ദൈവം നമ്മളെ ദൈവമായിട്ട് സഹായിക്കട്ടെ. അവിടത്തേക്ക് വേണ്ടി കർത്താവ് അധികം ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്നായിട്ട് ഒപ്പിക്കുന്ന മുറിവുകളാവട്ടെ, ഞങ്ങളുടെ വീഴ്ചകൾ കൊണ്ടുള്ള മുറിവുകളാവട്ടെ, എന്തായാലും കർത്താവെ അതിൽ നിന്നും കർത്താവെ പിശാചിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ നിന്ന് മാത്രമല്ല മുറിവിലേക്ക് കർത്താവെ ആ മുറിവ് വെച്ച് കിട്ടുന്ന ഗിലിയാദിൻ വൈദ്യനായിട്ട് അധികമായിട്ട് ഞങ്ങൾക്ക് ആത്മാവിനെ ഒഴിച്ചു തരുന്ന, അവിടുത്തെ വചനത്തെ അറിയിച്ചു തരുന്ന, അവിടുത്തെ ശാസനയ്ക്ക് തലതിരിക്കുന്നവർക്ക് അധികമായിട്ട് ആത്മാവിനെ കുറിച്ച് തരുന്ന, അധികമായിട്ട് അവിടുത്തെ വചനത്തിലൂടെ പാടുകൾ തരുന്ന ആ ഒരു സ്നേഹനിധിയായ പിതാവുള്ളതുകൊണ്ട് സ്തുതിക്കുന്നു കർത്താവെ. അതേ കർത്താവെ അധികം ഫലം കായ്ക്കേണ്ടത് ഞങ്ങളുടെ കർത്താവ് കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് തന്നെ ചില ഫലങ്ങളൊക്കെ ഞങ്ങളെ കായ്പ്പിക്കുമാറാക്കി കർത്താവ്. അതുകൊണ്ട് ഒരു സ്വതൃപ്തിയിൽ കർത്താവ് ഞങ്ങള് നിഗളിച്ചു പോകാതെ ഞങ്ങള് കർത്താവ് സ്വഭാവത്തിന് വിരോധമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ബഡ് ചെയ്യപ്പെട്ട കാട്ടൂലിവാണ് കർത്താവ്. അവിടുന്ന് വേര് ഞങ്ങളെ താങ്ങുന്നു, ഞങ്ങൾക്ക് നിഗളിക്കാനൊന്നുമില്ല കർത്താവ്, ഞങ്ങൾക്ക് അഹങ്കരിക്കാനും ഞെളിയാനൊന്നുമില്ല കർത്താവ്. അവിടുന്ന് അങ്ങിൽ നിന്നുള്ള ഫലമാണ്, അങ്ങ് ഒഴിവാക്കിയ ഫലമാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ കർത്താവ് ഞങ്ങളെ ഇനി അധികം ചെത്ത് പിടിപ്പാക്കാനില്ലാതെ കർത്താവ് അധികം ഫലം കഴിക്കാൻ ചെയ്തത് കർത്താവെ. അവിടത്തേക്ക് ഏതൊക്കെ മേഖലകളിലാണോ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കാനുള്ളത് കർത്താവെ, എവിടൊക്കെയാണോ ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ പ്രവർത്തികളിലും ഞങ്ങളുടെ മനോഭാവങ്ങളിലും ഞങ്ങളുടെ ഉദ്ദേശങ്ങളിലും കർത്താവെ, ഞങ്ങളുടെ ഇടപാടുകളിൽ ഞങ്ങളുടെ സമയം ചെലവഴിക്കുന്ന വിധങ്ങൾ, ഞങ്ങളുടെ പണം ചെലവഴിക്കുന്ന വിധങ്ങൾ, ഞങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്ന വിധങ്ങൾ കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരോടുള്ള സംസാരത്തില് കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തില് കർത്താവെ, ഇവിടൊക്കെ കർത്താവെ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കാനുണ്ട്. ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ള കർത്താവെ, ഞങ്ങളുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങളെ കർത്താവെ, ഇവിടത്തെ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കാനുണ്ട്. ആ മേഖലകളെല്ലാം കർത്താവെ ഒരു സർജനായി അത് എത്ര കൃത്യമായിട്ട് ആ ക്യാൻസറിനെ, ട്യൂമറുകളെയൊക്കെ അതിൻ്റെ കർത്താവെ അതിൻ്റെ സ്പ്രെഡ് എവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സർജൻ, ഒരു ശസ്ത്രക്രിയ വിദഗ്ധന് അതെല്ലാം കർത്താവെ സർജൻ എടുത്ത് കളയുന്നുണ്ടെങ്കിൽ എന്നാ എത്ര അധികമായിട്ട് കർത്താവെ എല്ലാ ഫിസിഷ്യനായിട്ടുള്ള നല്ല വൈദ്യനായിട്ടുള്ള അവിടുന്ന് കർത്താവെ എല്ലാ
എല്ലാ സർജൻസിലും ഗ്രേറ്റ് സർജൻ ആയിട്ടുള്ള അവിടുന്ന് കർത്താവേ, അവിടുന്ന് കർത്താവേ ഞങ്ങളിൽ എവിടേക്കാണോ ചെത്തി വെളിപ്പാക്കേണ്ടതായിട്ടുള്ളത്, എവിടേക്കാണ് ഫലം വേണ്ടത്ര കായ്ക്കാത്തതായിട്ടുള്ള ചില കർത്താവേ മേഖലകളുണ്ട് കർത്താവേ. ഞങ്ങളാകുന്ന മുമ്പിൽ പല കർത്താവെ പല അതിന്റെ പല കർത്താവെ ഷോർട്ടർ ബ്രാഞ്ചസിൽ കർത്താവെ ചില മേഖലകളിലൊക്കെ ചില ബ്രാഞ്ചസിലൊക്കെ കർത്താവെ ഫലം കാണുന്ന ചിലയിടങ്ങളിൽ അധികം വേണ്ടത്ര ഒരു ഫലമില്ലാതെ ഉണ്ടെങ്കിൽ കർത്താവെ അവിടുന്ന് തന്നെ ഞങ്ങളെ അത് കാണിച്ചു തരുമല്ലോ കർത്താവെ. അതേ വചനം കർത്താവെ അത് വാളിനെക്കാട്ടിലും മൂർച്ചയുള്ളതാണ്. അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിചിന്തനങ്ങളെയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും കർത്താവെ. അത് കർത്താവെ ആത്മാവിൽ നിന്നുള്ള ചിന്തകളാണോ, അത് ഞങ്ങളുടെ സ്വയത്തിൽ നിന്ന് ഞങ്ങളുടെ തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കർത്താവെ കാണിച്ചു തരുന്ന കർത്താവെ. എവിടൊക്കെയാണോ അവിടെ ഒരു മുഴുവനായിട്ടുള്ളത് ഉള്ളത്, എവിടൊക്കെയാണോ ഞങ്ങൾക്കൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമുള്ളതൊക്കെ അറിഞ്ഞ് കർത്താവെ അവിടുന്ന് ഞങ്ങളെ പല സാഹചര്യങ്ങളിലൂടെ പല വ്യക്തികളിലോടുള്ള ബന്ധത്തിലൊക്കെ ഞങ്ങൾ കടത്തി വിടുന്നു. അവിടുന്ന് മുമ്പാകെ മത്സരിച്ച് കർത്താവെ കുറിച്ച് കർത്താവെ ഞങ്ങൾ സ്വതൃപ്തി അടഞ്ഞെന്നും കർത്താവെ ഞങ്ങളെ പിടിച്ചുപോയി കർത്താവെ വഞ്ചിക്ക് പോകാതിരിക്കുവാനും കർത്താവെ ഇടയാകരുത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ നാളില് ന്യായാസനം പറയുമ്പോൾ നിൽക്കുമ്പോൾ എന്റെ മകനെ എന്റെ മകളെ ഇതിനെ കുറിച്ച് ഇത്രയധികം ഫലം കായ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഇന്ന കാര്യങ്ങളെല്ലാം നീ ഫലം കായ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ ചെത്തി വെടുപ്പാക്കാൻ നീ സമ്മതിച്ചു തരാത്തതുകൊണ്ട് എന്നെ കൊണ്ട് അത് സാധിച്ചില്ല എന്ന് അന്ന് കേൾക്കുവാൻ കർത്താവെ ഇടയായത് എത്ര വലിയ നിരാശയായിരിക്കും, എത്ര വലിയൊരു നഷ്ടമായിരിക്കും കർത്താവെ. കർത്താവ് അന്ന് ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങൾ ഈ ആയിരിക്കുന്ന ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ആ ഇടവരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് എവിടെല്ലാം ചെത്തി വെടുപ്പാക്കാനുണ്ടോ അവിടെല്ലാം ചെത്തി വെടുപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ തരുന്ന കർത്താവെ. ഞങ്ങളെ കർത്താവെ അനുവദിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് കർത്താവെ ജെന്റിൽമാനായിട്ട് അവിടുന്ന് കർത്താവെ കഥ പിടിച്ച് തുറന്നു വരുത്തില്ലല്ലോ. അവിടുന്ന് വാതിലിൽ നിന്ന് മുട്ടുന്ന ഓരോ മേഖലകളിലും വാതിലുകൾ കർത്താവെ അവിടുന്ന് ആ വാതിലുകളെ മുട്ടുമ്പോൾ കർത്താവെ അത് തുറന്ന് കർത്താവെ അവിടുത്തോടൊപ്പം അത്താഴം കഴിക്കുവാൻ അവിടത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വസ്വാതന്ത്ര്യം നൽകുവാനും എല്ലാ മേഖലകളിലും സർവ്വസ്വാതന്ത്ര്യം നൽകുവാനും ഞങ്ങളുടെ ചിന്തകളാവട്ടെ, ഞങ്ങളുടേതായ ചില പല വികാരങ്ങളാവട്ടെ, ഞങ്ങളുടേതായ ചില ഇടപാടുകളിലും ഞങ്ങളുടേതായ ചില കർത്താവെ ഞങ്ങളുടെ വാക്കുകളാവട്ടെ, ഞങ്ങളുടെ കർത്താവെ പല വ്യക്തികളോടുള്ള ഞങ്ങളുടെ പല മനോഭാവങ്ങളും ഒക്കെ ആവട്ടെ കർത്താവെ, ഞങ്ങളുടെ സാഹോദര്യ ബന്ധത്തിലുള്ള ചില കുറവുകളാവട്ടെ കർത്താവെ, ഞങ്ങൾ എല്ലാം അവിടുന്ന് ആഗ്രഹിക്കുന്ന വണ്ണം അധികം ഫലം കായ്ക്കണം. അങ്ങനെ അധികം ഫലം കായ്ച്ച് വളരെ ഫലം കായ്ക്കണം കർത്താവെ. അത് നിലനിൽക്കുന്ന ഫലമായിട്ട് ഇതുവരെയും നിലനിൽക്കുന്ന ഫലമായിട്ട് അത് നിൽക്കണം കർത്താവെ. അങ്ങനെ വളരെ ഫലം കായ്ച്ച് അവിടുത്തെ ശിഷ്യന്മാരോട് പ്രൂവ് ചെയ്യണം കർത്താവെ. കർത്താവെ ഞങ്ങള് കർത്താവെ CFC ചർച്ചിലുള്ളവരാണ് എന്ന് പറഞ്ഞ് കർത്താവെ ഇരിക്കാനല്ല മറിച്ച് കർത്താവെ അത് ഡിസൈപ്പിൾസ് ആയിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് വളരെ ഫലം കായ്ച്ച് പ്രൂവ് ചെയ്യുന്നത് ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങളതിനെ ഏൽപ്പിച്ചു തരുന്നു. അതെ കർത്താവെ ഞങ്ങൾക്ക് അങ്ങയിൽ വസിക്കണം കർത്താവെ. സ്നേഹത്തിലല്ല ആത്മാവിന്റെ തലത്തിലേക്ക് വരുവാനും ചെയ്തപ്പെടുവാനായിട്ട് കർത്താവെ അവിടുത്തെ വിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാളിനെ അതിന് വാങ്ങുന്ന വാളിനെ അനുവദിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ജീവിതങ്ങളുടെ ആത്മാവിൽ നിന്ന് കൂടി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി ഞങ്ങളെ ആ പരിശുദ്ധാത്മാവിന്റെ കർത്താവെ ആ നിയന്ത്രണത്തിന് ഞങ്ങൾ വരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ അങ്ങനെ തന്നെ വസിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതം എത്ര മൃദുവും എത്ര ലഘുവാണെന്ന് അവിടുന്ന് പറഞ്ഞു. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ലെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ജീവിക്കുമ്പോൾ അത് കർത്താവെ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവനായിട്ട് അവിടുന്ന് ജീവിതത്തിലെ നദികളായിട്ട് കർത്താവ് ഞങ്ങളിലൂടെ കർത്താവെ ഞങ്ങളുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ചിന്താജീവിതത്തിലും എല്ലാം അവിടുന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എത്ര വലിയൊരു കർത്താവ് മാറ്റമായിരിക്കും. ഞങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വേണം. അതിനാണ് ഞങ്ങളതിന് ജീവിതയാഗമായിട്ട് നിരന്തരമായിട്ട് മാത്രമല്ല കർത്താവ് ലക്ഷ്യമുണ്ട്. എപ്പോഴും കർത്താവ് എപ്പോഴും ആ യാഗപീഠത്തിലാണല്ലോ കർത്താവ് തീ ഇറക്കുന്നത്. അവിടുന്ന് തീ കത്തിക്കുവാൻ ഈ ഭൂമിയെ തീ കത്തിക്കുവാൻ വന്ന കർത്താവാണല്ലോ കർത്താവ്. ഞങ്ങളെ കത്തിക്കുവാനായിട്ട് അവിടുന്ന് എത്രയധികം വാഞ്ചയോടായിരിക്കും കർത്താവ്. യാഗപീഠത്തിൽ ആ തീ ഇറങ്ങും കർത്താവെ. ഞങ്ങളത്തിന് എപ്പോഴും യാഗത്തിന്മേൽ കർത്താവെ അവിടുത്തെ സ്നേഹചരണങ്ങളാൽ ഈ യാഗപീഠത്തില് കെട്ടിയിടപ്പെട്ടവരായിട്ട് കർത്താവെ അവിടുത്തെ അഗ്നിയാൽ നിറയപ്പെട്ടവരായിട്ട് കർത്താവെ ഞങ്ങൾ അധികം ഫലം കായ്ക്കുന്നവരായിട്ട് കർത്താവെ അവിടുത്തെ കൂണിംഗ് നൈഫിന് ഉണ്ടാക്കുന്ന കത്തിക്ക് കർത്താവെ ഞങ്ങള് അനുസരിച്ച് മാറിപ്പോകുന്നവരല്ലാതെ കർത്താവെ ഹൃദയപ്പെട്ടവരായിട്ട് സഹായിച്ച അതെ കർത്താവെ നമുക്കത്തോളം ഞങ്ങൾ വൈകുന്നേരത്തിൽ അവിടുത്തെ സ്തോത്രം ചെയ്യും കർത്താവിന്റെ കുറഞ്ഞ ഫലമുള്ളവരായിട്ട് അവിടുത്തെ മുമ്പാകെ രചിക്കുവാൻ കർത്താവെ അവിടുന്ന് വരുമ്പോൾ കർത്താവെ ഞങ്ങള് സ്ട്രിങ് ബാക്കിന് ഷെയിമായിട്ട് ലജിച്ച് പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലായി പോകാതെ നിങ്ങൾ തന്നെ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുവാൻ നിങ്ങളെ അവനിൽ വസിക്കുവിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലജിച്ച് പോകത്തില്ലെന്ന് കർത്താവെ ആ ലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവെ അന്ന് ലജിച്ച് പോകാനും വേണ്ടത് ഫലമില്ലാതെ ലജിച്ച് കുറച്ച് മറിഞ്ഞ് മാറി നിൽക്കാമെന്ന് കർത്താവെ അന്ന് ഞങ്ങൾക്ക്
വില്ലേജ് തോന്നാതെ വണ്ണം നമ്മളോട് ഞങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് വരാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ധൈര്യത്തോടെ അവർക്ക് മുമ്പാകെ കൊടുക്കുവാൻ തക്കവണ്ണം പ്രജഫലത്തോടായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു ജീവിതത്തെ നിങ്ങളുടെ ശുശ്രൂഷ എല്ലാം കർത്താവ് നിറയ്ക്കണം. കർത്താവെ മാത്തയെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാനെല്ലാം മറിയത്തെ പോലെ അവിടെ ചെയ്യുവാൻ കർത്താവിനെ അനുഗ്രഹമാകുവാൻ ദേശത്തിന് അനുഗ്രഹമാകുവാൻ ഞങ്ങളുടെ കുടുംബത്തിലെ ദേശത്തിന്റെ വികസനത്തിന്റെ സമൂഹത്തിലെ എല്ലാ അനുഗ്രഹമാകുവാൻ സഹായിച്ചാൽ തന്നെ കർത്താവെ അധികം ഫലം കാഴ്ച കർത്താവെ നാമത്തെ മോട്ടിപ്പെടുത്തുന്ന ശിഷ്യന്മാരായിട്ട് ശിഷ്യന്മാരായിട്ട് വിളിച്ചതായിട്ടായിരിക്കാം അത് ഞങ്ങൾ ഒരു അധികം സഹായം അത് കർത്താവ് എല്ലാ